अच्छी परंपरा ये रहती कि लोकसभा निर्विरोध एक सर्वसम्मति से अध्यक्ष चुनता, तो लोकसभा की भी मर्यादा अच्छी रहती, सभी पक्ष का उसमें योगदान रहता और स्पीकर वैसे भी किसी सत्तारूढ़ पार्टी या विपक्ष का नहीं होता है, वो पूरे सदन का होता है। वैसे ही उपाध्यक्ष भी कोई पार्टी या दल का नहीं होता है, पूरे सदन का होता है। വിജയമോ പരാജയമല്ല, പക്ഷേ NDAയുടെ ഇത്തരത്തിലുള്ള പാർലമെന്ററി ജനാധിപത്യത്തിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാതെ ഇവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മത്സരങ്ങൾ. നോമിനേഷൻ കൊടുത്തിട്ടേ ഉള്ളൂ. ഞങ്ങൾ എല്ലാവരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, എല്ലാ MPമാരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, എല്ലാ കക്ഷികളുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് വോട്ടെടുപ്പ് നടക്കാൻ പോകുകയാണ്. രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷവുമായി ചർച്ച നടത്തിയെങ്കിലും സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല. സ്പീക്കറെ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കാം, പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് എന്ന കീഴ്വഴക്കം പാലിക്കപ്പെടണമെന്ന ഉപാധി അതിശക്തമായ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഇതിന് ഭരണപക്ഷം വഴങ്ങാതെ ആയതോടെയാണ് ചരിത്രപരമായ വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നത്. നാളെ 11 മണിക്ക് ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് വോട്ടെടുപ്പ് നടക്കാൻ പോകുകയാണ്. ഓം ബിർളയും കൊടിക്കുന്നിൽ സുരേഷും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മതേതര ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്? കരുത്ത് കാട്ടാൻ പ്രതിപക്ഷം. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM പ്രതിനിധി ഡോക്ടർ എ സമ്പത്ത്, കോൺഗ്രസ് പ്രതിനിധി പ്രൊഫസർ റോണി കെ ബേബി, BJP പ്രതിനിധി അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് N ലാൽകുമാർ. ആദ്യം ഡോക്ടർ എ സമ്പത്തിലേക്കാണ്. ഡോക്ടർ സമ്പത്ത്, ഈ 16-17 ലോക്സഭകൾ പോലെയല്ല ഇത്തവണത്തെ 18ാമത് ലോക്സഭ എന്ന് പറയുന്നത്. നോക്കൂ, ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടാമത്തെ പ്രബലൻ എന്ന് വിളിക്കപ്പെടുന്ന രാജ്നാഥ് സിംഗ് ഇന്ന് പ്രതിപക്ഷവുമായി ചർച്ച നടത്തുകയാണ്. സ്പീക്കർ സ്ഥാനത്തേക്ക് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഒരു സമവായം ഉണ്ടാക്കാനായിരുന്നു ആ ചർച്ച. അത് ഓം ബിർളയുടെ പേര് മുന്നോട്ട് വയ്ക്കുകയാണ്. പക്ഷേ പ്രതിപക്ഷം അതിശക്തമായൊരു നിലപാടെടുത്തു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം എന്ന കീഴ്വഴക്കം ഇവിടെ പാലിക്കപ്പെടണം. കഴിഞ്ഞ 5 വർഷം നമുക്കറിയാം, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമൊന്നുമില്ലാതെയാണ് ലോക്സഭ പ്രവർത്തിച്ചത് എന്നൊക്കെ നമുക്കറിയാം. ഇവിടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമവായത്തിന് ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ തയ്യാറായത് എന്നാണ് മനസ്സിലാക്കുന്നത്? ഇന്ത്യ ഗവൺമെൻറ്, ഞാൻ ഉദ്ദേശിച്ചത് യൂണിയൻ ഗവൺമെൻറ്, ഇപ്പോൾ നിലവിലെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ, ഞാൻ അദ്ദേഹത്തെ മലയാളത്തിൽ കോട്ട് ചെയ്യുകയാണ്, ഭരിക്കാനായി ഭൂരിപക്ഷം വേണം, എന്നാൽ രാജ്യം ഭരിക്കാനായി ഭൂരിപക്ഷം മാത്രം പോരാ, സമവായം കൂടി വേണം. വാസ്തവത്തിൽ ഇത് ഉള്ളിൽ തട്ടിയ വാക്കുകളായിരുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ 3-ാം ഊഴത്തിലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുള്ള ഒരു വലിയ മുന്നേറ്റത്തെ, ഒപ്പം താൻ ഉൾപ്പെടെയുള്ള പ്രതിനിധാനം ചെയ്യുന്ന BJP ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾക്ക് സംഭവിച്ചിട്ടുള്ള അപ്രതീക്ഷിതം എന്ന് അവർ വിശേഷിപ്പിക്കുന്നതായ തിരിച്ചടി, ഇത് ഒരു പുതിയ ചരിത്രം എഴുതുകയാണ്. ആ ചരിത്രം എഴുതിയത് ഇന്ത്യയിലെ ജനങ്ങളാണ്. നമ്മൾ ഇന്നിപ്പോൾ ഈ ചർച്ച നടത്തുന്ന ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്നത് ഇന്ത്യയിൽ ആദ്യമായും ഒടുവിലായും ആഭ്യന്തര അടിയന്തരാവസ്ഥ, യുദ്ധമുണ്ടായിട്ടുള്ളപ്പോൾ പലപ്പോഴും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥ, ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്നാണ് അതിന് കാരണമായി പറഞ്ഞത്. പ്രഖ്യാപിച്ചതിൻ്റെ 49ാമത് വർഷത്തിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. ആ അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് BJP ഉൾപ്പെടെയുള്ള, ഇന്നിപ്പോൾ BJPയിലുള്ള പല ആളുകളും അവർ മുൻപ് കോൺഗ്രസ്സുകാരായിരുന്നവരാണ്, അതിൽ ചില ആളുകളെങ്കിലും അടിയന്തരാവസ്ഥയെ വാഴ്ത്തിപ്പാടിയവരാണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്, ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. വാസ്തവത്തിൽ ഈ അടിയന്തരാവസ്ഥയുടെ പ്രേതമിന്ന് BJPയെയാണ് ആവാഹിച്ചിട്ടുള്ളത്. അതാണ് ലോക്സഭയിലും നമ്മളിപ്പോൾ കാണുന്നത്. ഞാൻ 1 മിനിറ്റ് എടുത്ത് ഞാൻ ചുരുക്കുകയാണ്. ഇന്ത്യയുടെ ഭരണഘടനയിൽ സ്പീക്കർ എന്ന ഓഫീസിനെ കുറിച്ച്, സ്പീക്കർ പദവി എന്ന് ഞാൻ മലയാളത്തിൽ പറയുന്നത്, പദവി എന്നുള്ള ആ ഒരു പദപ്രയോഗം പൂർണ്ണമായ അർത്ഥത്തിൽ ശരിയല്ലെങ്കിൽ, ഓഫീസ് ഓഫ് ദ സ്പീക്കർ,
നമ്മുടെ ഭരണഘടനയുടെ 5-ാം ഭാഗത്തിൽ 2-ാം അധ്യായത്തിൽ 93-ാം അനുച്ഛേദത്തിൽ ആർട്ടിക്കിൾ 93-ലാണ് അത് പറയുന്നത്. ഈ പറയുന്നതായിട്ടുള്ള ഭരണഘടനയ്ക്ക് കീഴിലുള്ളതാണ് ഈ ലോക്സഭയിലെ റൂൾസ് ഓഫ് പ്രൊസീജിയർ ആൻഡ് കോണ്ടക്റ്റ് ഓഫ് ബിസിനസ് ഇൻ ലോക്സഭ എന്നുള്ളത്. ആ റൂൾസിൽ, ലോക്സഭ റൂൾസിൽ അതിൽ എലക്ഷൻ ഓഫ് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ആൻഡ് നോമിനേഷൻ ഓഫ് പാനൽ ഓഫ് ചെയർപേഴ്സൺസ് എന്നുള്ളതിൽ റൂൾ 7, 8, 9, 10 ചാപ്റ്റർ 3-ലാണ് ഈ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത്. ഇതെല്ലാം ഈ എഴുതി വച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലോക്സഭയിലെ സ്പീക്കർ, ആ സ്പീക്കറെ തിരഞ്ഞെടുക്കുമ്പോൾ ഐകകണ്ഠേന തിരഞ്ഞെടുക്കുക എന്നുള്ളത് നല്ല കാര്യം. അങ്ങനെ ഐകകണ്ഠേന തിരഞ്ഞെടുക്കണമെങ്കിൽ സ്വാഭാവികമായി ആരാണ് അതിന് ഒരു മുൻകൈ എടുക്കേണ്ടത്? അത് ഗവൺമെൻറ്റാണ്, എക്സിക്യൂട്ടീവാണ്, ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിന് വേണ്ടി അവിടെ മുൻകൈ എടുക്കേണ്ടത് ആരാണ്? അത് പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ്. നിലവിലെ പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രിയുടേതായ ചില പ്രസ്താവനകളും അഭിപ്രായ പ്രകടനങ്ങളും വാസ്തവത്തിൽ ഈ സമവായത്തിനും കൂട്ടിയോജിപ്പിക്കലിനും അത്തരത്തിൽ ഒരു സൗഹൃദാന്തരീക്ഷത്തിനാണോ അത് വഴിതെളിച്ചത്, അതല്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ അത് വാസ്തവത്തിൽ അസ്ഥാനത്തായിരുന്നു എന്നുള്ളതും, ഹൃദയത്തിൽ പലതും ഉണ്ടാവാം, തലച്ചോറിൽ പലതും ഉണ്ടാവാം, അത് മറച്ചു വെച്ചുകൊണ്ടായിരിക്കണമല്ലോ പലപ്പോഴും ഒരു ഡിപ്ലോമാറ്റിക്കായി നയതന്ത്ര ചാതുരിയോടുകൂടി അതുണ്ടായില്ല. ഫലം കണ്ടില്ല, ആ സമവായം ഫലം കണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നാളെ സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ശ്രീ പി കൃഷ്ണദാസ്, അങ്ങയോടാണ് ചോദ്യം. നോക്കൂ, കഴിഞ്ഞ NDA കാലത്ത് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയേ ഇല്ലായിരുന്നു. ഇപ്പോൾ നോക്കൂ, ഇത്തവണ 16, 17 ലോക്സഭകൾ പോലെയല്ല 18ാമത് ലോക്സഭ എന്ന് പറയുന്നത്. നിങ്ങൾ തീർത്തും ക്ഷീണിതമായ ഒരു അവസ്ഥയിലാണ്, ഈ കക്ഷി നിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ ക്ഷീണിതമായൊരു അവസ്ഥയിലാണ് നിങ്ങളുടെ ഒരു കാര്യം. ഈ സമവായത്തിന് നിങ്ങൾ ശ്രമിച്ചത് എന്തിനാണ്? രാജ്യത്തെ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുക്കണം എന്നൊരു ബോധ്യം ഈ ഘട്ടത്തിലെങ്കിലും നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? നീലിമ, അങ്ങനെയല്ല. നേരത്തെയും സ്പീക്കർ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ പലപ്പോഴും പ്രതിപക്ഷവുമായി ചർച്ചകൾ നടന്നിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും നടന്നിട്ടുണ്ട്. അത് NDA ഭരിക്കുന്ന കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട്, അല്ലാത്ത കാലഘട്ടങ്ങളിലും എല്ലാം നടന്നിട്ടുണ്ട്. അത് ഒറ്റക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം ഉള്ളപ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം സ്പീക്കർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കറെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ പല സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൽ തെറ്റൊന്നും കാണേണ്ടതില്ല. മറ്റൊന്ന്, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ സാധാരണ നിലക്ക് പ്രതിപക്ഷത്തിന് കൊടുക്കുക അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒരാളെ വെക്കുക എന്നൊക്കെ പറയുന്നത് അതും നടന്നിട്ടുണ്ട്, നടന്നിട്ടില്ല എന്നുള്ളതല്ല, നടന്നിട്ടുണ്ട്. പക്ഷെ അതിനുള്ള സാഹചര്യം സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വരികയും പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കറുടെ കാര്യത്തിലാണെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യത്തിലാണെങ്കിലും ഒരു ധാരണയെല്ലാം ഉണ്ടായാൽ അങ്ങനെയെല്ലാം തെരഞ്ഞെടുക്കുന്ന സാഹചര്യങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിൽ എന്തിനാണ് പ്രതിപക്ഷം ഇത്ര വിമുഖത കാണിക്കുന്നത്? അതിനുവേണ്ടി എന്തിനാണ് വാശി പിടിക്കുന്നത്? ആദ്യം ഡെപ്യൂട്ടി സ്പീക്കർ വേണം എന്നൊക്കെ വാശി പിടിക്കുന്നത് എന്തിനാണ് നമുക്കറിയില്ല. ഇങ്ങനെയുള്ളൊരു കീഴ്വഴക്കം ഇവിടെയാണ് പ്രശ്നം. അങ്ങ് തന്നെ പറഞ്ഞു, ഇങ്ങനെ ഒരു കീഴ്വഴക്കം ഇവിടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റ് പലപ്പോഴും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഇന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയത്. കാരണം സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരാളുടെ പേര് നിർദ്ദേശിക്കുന്നു, അത് ഞങ്ങൾ അംഗീകരിക്കാം, ഏകകണ്ഠേന തെരഞ്ഞെടുക്കാം, പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകണം. ആ ഒരു കീഴ്വഴക്കം പാലിക്കുമോ എന്ന ചോദ്യത്തിന് ഭരണപക്ഷത്തു നിന്നൊരു മറുപടി ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഈ ആസന്നമായ ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. അതിൽ പ്രതിപക്ഷത്തിൻ്റെ വിമുഖതയല്ലല്ലോ പ്രശ്നം, ഇവിടെ ഒരു കീഴ്വഴക്കമുണ്ട്. അതാണ് ജനാധിപത്യപരമായ ഒരു മനോഹാരിത നിലനിന്നിരുന്ന ഒരു കാലമുണ്ട്. ആ കാലത്തേക്കുള്ളൊരു തിരിച്ചുപോക്കാണ് പ്രതിപക്ഷം ഇന്ന് ആവശ്യപ്പെട്ടത്. എനിക്കറിയില്ല അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നടന്നിട്ടുള്ള ചർച്ചകളുടെ ഉള്ളിൽ നടന്നിട്ടുള്ള ചർച്ചകൾ എന്താണ് എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ അറിയേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനത് അറിഞ്ഞിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമുക്ക് അതെന്തൊരു മറുപടിയാണ് ശ്രീ പി കൃഷ്ണദാസ്? നാളെ സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ്. BJPയുടെ പ്രതിനിധിയായാണ് അങ്ങ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പീയൂഷ് ഗോയൽ തന്നെ പറയുന്നുണ്ട്, സ്പീക്കർ പദവി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയപരമായി കാണേണ്ടതല്ല, അത് സഭയുടെ നാഥനാണ്, സഭയുടെ സ്വത്താണ്. ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആ ഒരു ആവശ്യത്തിന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചെവി കൊടുക്കാൻ പറ്റാത്തത്? അതാണ് ഇവിടുത്തെ രാജ്യം ചോദിക്കുന്നത്.
ഞാൻ രാജ്യം ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ചോദിച്ചത്. പിന്നെ എന്തിനാണ് ഒരു പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആരും വേണ്ട എന്ന് പറഞ്ഞില്ലല്ലോ. സ്പീക്കറെ സംബന്ധിച്ചാണെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കറെ സംബന്ധിച്ചാണെങ്കിലും ചർച്ചകൾ നടക്കുമ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമവായത്തിൽ എത്തുന്നതിന് പകരം, അതല്ലെങ്കിൽ ഒരു ധാരണയിൽ എത്തുന്നതിന് പകരം ഒരു മത്സരത്തിലേക്ക് പോവുക, ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥി ഉണ്ട് എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരിക എന്നുള്ള സാഹചര്യം എവിടെയെന്നാ ഉണ്ടായത്? അതിനുള്ള സാഹചര്യം നിലവിൽ ഇല്ലല്ലോ. പിന്നെ അങ്ങനെ ഉണ്ടാകുന്നതിൽ അതും തെറ്റൊന്നുമില്ല. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അസംബ്ലികളിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും ഒക്കെ നേരത്തെയും സ്ഥാനാർത്ഥികൾ വന്നിട്ടുണ്ട്. ഒന്നുകിൽ അത് സമവായത്തിൽ പോയിട്ടുണ്ട്, അതല്ലെങ്കിൽ വീണ്ടും തിരിച്ച് ഒരാളെ തന്നെ തെരഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അസംബ്ലികളിൽ മാത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും തെറ്റൊന്നും കാണേണ്ടതില്ല. അത് ജനാധിപത്യത്തിന്റെ മനോഹാരിതയായിട്ട് തന്നെ കണ്ടാൽ മതി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷം ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്? പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭരണപക്ഷത്ത് നിന്നുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാൻ പാടില്ല, സ്പീക്കറെ തെരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങൾ പ്രതിപക്ഷം പറയുന്നതിനെ അംഗീകരിക്കണം. അതൊക്കെ നമ്മുടെ ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം കിട്ടുന്ന കക്ഷിയെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ ആ സഖ്യത്തെ സംബന്ധിച്ച് അവർ പാർലമെന്റിനകത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. അതിന് മറിച്ച് ഒരു ആജ്ഞാശക്തിയോടുകൂടി ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്നൊക്കെ പറയാൻ നമ്മുടെ ജനാധിപത്യത്തിൽ അതിനുള്ള മാൻഡേറ്റ് വേണ്ടേ? മാൻഡേറ്റ് ഉണ്ടെങ്കിലല്ലേ അത് ചെയ്യാൻ വേണ്ടി കഴിയും. അല്ല, നിങ്ങൾക്കും കാര്യമായ മാൻഡേറ്റ് ഒന്നുമില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷം വളരെ ശക്തമായി ഈ ആവശ്യം ഉന്നയിക്കുന്നത്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ റോണി കെ ബേബി, ഇന്ന് ഈ നടന്ന സമവായ ശ്രമങ്ങൾ പൊളിച്ചത് ആരാണ് യഥാർത്ഥത്തിൽ? നമുക്കറിയാം, ഒരു പാർലമെന്ററി ജനാധിപത്യത്തില് എപ്പോഴും നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാകില്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുക. അല്ലെങ്കിൽ ശക്തർ ആൻഡ് കൗൾ എന്ന് പറയുന്ന പുസ്തകം എടുത്ത് അതിൽ എന്തൊക്കെയാണ് റൂൾസ്, എന്തൊക്കെയാണ് ചട്ടങ്ങൾ എന്ന് നോക്കിയല്ല. നമുക്ക് ബ്രിട്ടന്റെ കാര്യം അറിയാം. അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇല്ല. അവിടെ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്, എഴുതപ്പെടാത്ത ഭരണഘടന ഉള്ള ലോകത്തെ ഏക രാജ്യം എന്ന് പറയുന്നത് ബ്രിട്ടനാണ്. പക്ഷെ അവിടെ 100-300 വർഷമായി ജനാധിപത്യം നിലനിൽക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ പാർലമെന്ററി ഡെമോക്രസി, അല്ലെ മദർ ഓഫ് പാർലമെന്ററി ഡെമോക്രസി എന്ന് വിശേഷിപ്പിക്കുന്ന ഇംഗ്ലണ്ടാണ്. അതെന്ന് പറഞ്ഞാൽ കീഴ്വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം, ഇപ്പൊ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കീഴ്വഴക്കം നോക്കുക. ആദ്യമായി 1977 ഒരു കോൺഗ്രസ് ഇതര ഗവൺമെന്റ് ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത്, ജനതാ പാർട്ടിയുടെ ഗവൺമെന്റ്. പക്ഷെ അന്ന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയത് ആർക്കായിരുന്നു? കോൺഗ്രസിന്റെ ഗോഡെ മുർഹരി, അദ്ദേഹം വിജയവാഡ എന്നുള്ള MP ആയിരുന്നു. ജനതാ പാർട്ടി ഭരിക്കുന്നു. പക്ഷെ അന്ന് ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ ഈ പറയുന്ന സ്പീക്കർ സ്ഥാനം ജനതാ പാർട്ടി എടുക്കുന്നു, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം. അപ്പൊ ഓരോ പിന്നെ വന്നു കഴിഞ്ഞാലും 1999 BJP അധികാരത്തിൽ വരുന്നു, വാജ്പേയി പ്രധാനമന്ത്രി. അന്ന് ആരായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ? നമ്മുടെ PM സെയ്ദ്, ലക്ഷദ്വീപ് എന്നുള്ള MP. പിന്നെ 2004 കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു, ഈ പറഞ്ഞ UPA മുന്നണി, മൻമോഹൻ സിംഗിന്റെ. ആരായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ? ചരൺജിത് സിംഗ് അൽവാർ, അകാലിദൾ, അതായത് NDA മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ആള്. വീണ്ടും 2009 കരിയ മുണ്ട, മൻമോഹൻ സിംഗിന്റെ രണ്ടാം ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ്. കരിയ മുണ്ട എന്ന് പറഞ്ഞാൽ BJPയുടെ നേതാവാണ്. പക്ഷേ ഇതൊക്കെ എവിടുന്നാണ് തെറ്റെന്നറിയാമോ? 2014 മോദി ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം, ഒന്നാം മോദി സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യയിലെ കീഴ്വഴക്കം. അതെന്ന് പറഞ്ഞാൽ കാരണം എന്താ? ഒരു സമവായം, കാരണം ഒരു കൂട്ടി നിർത്തൽ, കൂട്ടിച്ചേർക്കൽ. കാരണം എന്താ? പ്രതിപക്ഷത്തെക്കാൾ കൂട്ടിച്ചേർക്കൽ. കാരണം എന്താ? ഈ രാജ്യത്ത് ഭരണപക്ഷം മാത്രമാണെങ്കിൽ, കാരണം അവർ 100 സീറ്റും നേടി, അല്ലെങ്കിൽ 100% സീറ്റും പിന്നെ ലോക്സഭയിൽ അവരുടേതായിരിക്കണമല്ലോ. അതല്ല, കാരണം പ്രതിപക്ഷത്തെ കൂടി ജനം തെരഞ്ഞെടുത്തത് എന്താ? പ്രതിപക്ഷത്തിന്റെ ശബ്ദം കൂടി അവിടെ പാർലമെന്റിൽ ഉണ്ടാവണം, ജനങ്ങളുടെ വികാരം കൂടി അവിടെ എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികം എന്താണ്? പ്രതിപക്ഷത്തിന് കൂടി ഒരു പങ്കാളിത്തം. അങ്ങനെയാണ് ഈ പറയുന്ന ഡെപ്യൂട്ടി സ്പീക്കർ. അതെന്ന് പറയുന്നത് ഒരു പ്രതീകാത്മകമാണ്, ഇറ്റ്സ് എ സിംബോളിക്. ഡെപ്യൂട്ടി സ്പീക്കർ കസേരയിൽ അവിടെ കയറിയിരുന്നുകൊണ്ട് ഈ പാർലമെന്റിനെ മുഴുവൻ പിന്നെ അവിടെ ചർച്ചകളെ മുഴുവൻ സ്വാധീനിച്ചേക്കുന്നൊന്നുമില്ല. അതൊരു സിംബോളിക് ആണ്. കാരണം എന്താ? അത് ജനാധിപത്യത്തിന്റെ ഒരു അന്തസത്തയാണ്. കാരണം എന്താ? എതിർ ശബ്ദങ്ങളെ കൂടെ കൂട്ടി നിർത്തുക, പ്രതിപക്ഷ ശബ്ദങ്ങളെ കൂടെ കൂട്ടി നിർത്തുക. കാരണം അവരെ കൂടി വിശ്വാസത്തിലെടുക്കുന്നു. അതാണല്ലോ ഡെമോക്രസി എന്ന് പറയുന്നത്. എല്ലാ എതിർ ശബ്ദങ്ങളെയും വിശ്വാസത്തിലെടുക്കുക. അതുകൊണ്ടാണല്ലോ വോൾട്ടയർ ഡെമോക്രസിയെ നിർവചിച്ചത്. ജനാധിപത്യത്തിന്റെ ഏറ്റവും മനോഹരമായ ഡെഫിനിഷൻ ഞാൻ വിശ്വസിക്കുന്നത് വോൾട്ടയറാണ്. വോൾട്ടയർ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തോട് വിയോജിച്ചേക്കാം, പക്ഷെ നിങ്ങൾക്ക് അഭിപ്രായം പറയുവാനുള്ള അവകാശത്തിന് വേണ്ടി മരിക്കുവാൻ ഞാൻ തയ്യാറാണ്. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. പ്രതിപക്ഷ ശബ്ദങ്ങളെ ഉൾക്കൊള്ളുക. പക്ഷെ നമുക്കറിയാം, ഇന്ത്യയിൽ 2014 മോദി ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ ബഹുമാനപ്പെട്ട BJP വക്താവ് പറയുന്നു, ഞങ്ങൾ മുൻപ് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. എവിടെ ചർച്ചകൾ നടന്നു? 2014 ഒരു ചർച്ച നടന്നിട്ടില്ല, 2019 ഒരു ചർച്ച നടന്നില്ല. പക്ഷേ പ്രതിപക്ഷം ഒന്ന് മത്സരിച്ചില്ല. കാരണം എന്താണെന്നറിയോ? കാരണം നമ്മുടെ പാർലമെന്റിൽ ഒരു കീഴ്വഴക്കമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ സിൻസ് 1952 ഒന്നാമത്തെ ഇന്ത്യൻ നമ്മുടെ ലോക്സഭ മുതൽ നമുക്ക് കീഴ്വഴക്കമുണ്ട്. കാരണം എന്താ? സഭാനാഥൻ, സഭയെ നയിക്കേണ്ടയാൾ, അയാൾ നിഷ്പക്ഷനായിരിക്കണം, അയാൾ ന്യൂട്രൽ ആയിരിക്കണം. ആ സ്ഥാനത്തേക്ക് അത്രമാത്രം ബഹുമാന്യമായ ഒരു പദവിയാണ് സ്പീക്കർ എന്ന് പറയുന്നത്. പക്ഷേ ഓം ബിർള അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഈ 17ാം ലോക്സഭയിൽ ഉണ്ടായിരുന്ന സ്പീക്കർ, അദ്ദേഹം ആ പദവിയുടെ മുഴുവൻ അന്തസ്സും ഹനിച്ചുകൊണ്ടാണ്
അദ്ദേഹം പ്രവർത്തിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രമാത്രം ഇന്ത്യ ചരിത്രത്തിൽ ഒരു ഡമ്മിയായി, സ്വന്തം അധികാരം എന്താന്ന് പോലും അറിയാതെ നിൽക്കുന്ന, അല്ലെങ്കിൽ അത് എങ്ങനെ പ്രയോഗിക്കണമെന്ന് പോലും അറിയാതെ ഇരിക്കുന്ന ഒരു സ്പീക്കറെയാണ് നമ്മൾ ഈ പറയുന്ന 2019 കഴിഞ്ഞ ലോക്സഭയിൽ കണ്ടത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷം ശക്തമായ നിലപാടെടുത്തു. കാരണം എന്താ? കാരണം പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെ കൂടി മാനിച്ചു. കാരണം എന്താ? ഈ കഴിഞ്ഞ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ഒരവകാശങ്ങൾക്കും ഈ സ്പീക്കർ അത് സംരക്ഷിക്കാനുള്ള ഒരു നിലപാടും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായില്ല. ഞാനൊരു ഉദാഹരണം മാത്രം പറയാം. മൈസൂരിൽ നിന്നുള്ള BJP MP കത്തുമായിട്ട് ലോക്സഭയിൽ കടന്നു വന്ന 3-4 ചെറുപ്പക്കാരാണ് പ്രതിഭാവം ആക്രമണം നടത്തിയത്. പക്ഷേ ആ MPക്കെതിരെ നടപടി പോലും എടുക്കാനായിട്ട് സ്പീക്കർക്ക് കഴിഞ്ഞില്ല. 142 പ്രതിപക്ഷ MPമാരെ ലോക്സഭയിൽ നിന്നും പുറത്താക്കി. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ബഹളം വെച്ച ഒരു BJP MPക്കെതിരെ പോലും ഒരു നടപടി ഉണ്ടായില്ല. 3, സൂററ്റ് കോടതിയുടെ വിധി വന്ന് 2 മണിക്കൂറിനകം രാഹുൽ ഗാന്ധി അയോഗ്യനാക്കി. പക്ഷെ സമാനമായി ശിക്ഷിക്കപ്പെട്ട BJP MP ഗുജറാത്തിൽ നിന്നുള്ള അദ്ദേഹത്തിനെതിരെ ഈ 17ാം ലോക്സഭ അവസാനിക്കോളം ഒരു നടപടി പോലും എടുത്തില്ല. ഇതിനു മുൻപ് ഉണ്ടായിരുന്ന സ്പീക്കർ ഓം ബിർള എന്ന് പറയുന്ന സ്പീക്കർ, അദ്ദേഹം ആ പദവിയുടെ സർവ്വ അന്തസ്സും ഇല്ലാതാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. അപ്പോൾ പ്രതിപക്ഷം ഈ സഭയിൽ ഹാജരാകാതിരുന്ന ആൾക്ക് പോലും സസ്പെൻഷൻ നോട്ടീസ് കൊടുത്ത ആളാണ് സ്പീക്കർ ഓം ബിർള. അത് നമുക്ക് പ്രത്യേകം അടുത്ത ഘട്ടത്തിൽ സ്പീക്കർ ഓം ബിർളയെ കുറിച്ച് തന്നെ നമ്മൾ ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ലാൽകുമാർ, ഈ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ നിയതമായ പ്രയോഗങ്ങൾ മാത്രമല്ല, ചില കീഴ്വഴക്കങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം നിലനിൽക്കുന്നത്. അതിലൊന്നാണ് ഡെപ്യൂട്ടി സ്പീക്കർ പദവി എന്ന് പറയുന്നത്. ഇന്ന് നോക്കൂ, ഒരു സമവായ ശ്രമം എന്ന രീതിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ പ്രതിപക്ഷത്തിൻ്റെ അടുക്കിലേക്ക് അയക്കുകയാണ് ഭരണപക്ഷം ചെയ്യുന്നത്. പക്ഷേ അവർ പറയുന്ന കാര്യം കൃത്യമായി അംഗീകരിക്കണം. പക്ഷേ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ആവശ്യത്തോട് ചെവി കൊടുക്കാൻ പോലും തയ്യാറാകാതെ തിരിഞ്ഞു നടക്കുന്ന മനോഭാവം, ഇതാണ് യഥാർത്ഥത്തിൽ നാളത്തെ തെരഞ്ഞെടുപ്പിലേക്ക് വഴിതെളിച്ചത്. യഥാർത്ഥത്തിൽ ഇവിടെ ഈ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ഇല്ലാതാക്കുന്നത് ആരാണ്? നോക്കൂ, കഴിഞ്ഞ മോഡി സർക്കാരിൻ്റെ സമയത്ത് പ്രതിപക്ഷ ബെഞ്ചുകളിലേക്ക് എത്തുക പോലും ചെയ്യാത്ത, അല്ലെങ്കിൽ പ്രതിപക്ഷത്തോട് എൻഗേജ് ചെയ്യാതിരുന്ന ഒരു നരേന്ദ്രമോദിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ തവണ ഒന്നുമില്ലെങ്കിൽ ഈ പറയുന്ന ആളെ ഒന്ന് പറഞ്ഞു വിട്ടല്ലോ, രാജ്നാഥ് സിംഗിനോട് അപ്പുറത്തേക്കുന്നവരോടൊന്ന് സംസാരിക്കൂ എന്ന് നരേന്ദ്രമോദി പറയാതെ ചെയ്യത്തില്ലല്ലോ. അങ്ങനൊരു ഗതികേടിലേക്ക് നരേന്ദ്രമോദിയെ ഇവിടുത്തെ ജനത എത്തിച്ചിട്ടുണ്ട് എങ്കിൽ ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് എ പോസിറ്റീവ് തിങ്. ഇറ്റ്സ് എ പോസിറ്റീവ് ഡെവലപ്മെൻറ്റ്. അത് സത്യമല്ലേ, നമ്മളതിനകത്ത് നെഗറ്റീവായിട്ട് കാണണ്ട. ഇവിടെ 2-3 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. നമ്മൾ കൺവെൻഷൻസിനെ കുറിച്ചാണ് പറയുന്നത്, പാർലമെൻ്ററി കൺവെൻഷൻസ്. ഈ നമ്മളിപ്പോൾ പറയുന്ന സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് നമ്മൾ ഓപ്പോസിഷനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് കൊടുക്കുന്നത് ഇവിടെ റോണി കെ ബേബി പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് സിംബോളിക്. ആ സിംബോളിക് റെപ്രസെൻറ്റേഷൻസിന് വലിയ വാല്യൂ ഉണ്ട് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ, വലിയ വാല്യൂ ഉണ്ട്. ആ വാല്യൂ തിരിച്ചറിയാൻ വയ്യാത്ത ഒരു ഭരണ നേതൃത്വമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നതെന്നുള്ളത് ഒരു മോശം അവസ്ഥയും നമ്മൾ നേരിടുന്നുണ്ട്. ഞാൻ വളരെ വേറൊരു എക്സാമ്പിൾ പറയാം. ലെറ്റ് us ടേക്ക് എ ഡിഫറെൻറ്റ് എക്സാമ്പിൾ. 0 hour അല്ലേ, ശൂന്യവേള എന്ന് നമ്മൾ പറയുന്നത്. ഈ ശൂന്യവേള എന്ന് പറയുന്നത് ഒരിടത്തും എഴുതിയിട്ടുള്ളൊന്നുമില്ല, ഭരണഘടനയൊന്നും എഴുതിയിട്ടുള്ള സാധനമല്ല. ദാറ്റ് ഈസ് ടോട്ടലി ആൻ ഇന്ത്യൻ ഇൻവെൻഷൻ. വെസ്റ്റ്മിനിസ്റ്റർ മോഡലിൽ അല്ലെങ്കിൽ വെസ്റ്റ്മിനിസ്റ്റർ പാർലമെൻ്ററി സിസ്റ്റത്തിലുള്ള സാധനമൊന്നും അല്ല ഈ 0 hour. 0 hour ഈസ് ടോട്ടലി ആൻ ഇന്ത്യൻ ഇൻവെൻഷൻ. അത് കൺവെൻഷനാണ്, അത് കൺവെൻഷനായിട്ട് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അത് വേണമോ വേണ്ടായോ, അത് ഇപ്പോൾ കൺവെൻഷനാണ്. എന്നാൽ ഇനിയിപ്പോൾ നാളെ തൊട്ട് നരേന്ദ്രമോദിക്ക് അത് താല്പര്യമില്ല, ആ കൺവെൻഷൻ ഇനിയും തുടരാൻ താല്പര്യമില്ല എന്ന് തീരുമാനിച്ചാലോ? സോ ആ എത്രയോ വലിയ ചർച്ചകൾക്ക് വഴിതിരിക്കുന്ന ഒരു കാര്യമാണ് 0 hour. 0 hour is an important point അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ദാറ്റ് വി ഡിപ്ലോയിഡ്. അതിനെ വേണ്ടാന്നിപ്പോൾ നാളെ ഇവർ പറഞ്ഞാലോ? അപ്പോൾ ഇത് വേണോ വേണ്ടായോ എന്നുള്ള ചോദ്യത്തിന് ആൾക്കാർ ചോദിക്കുമ്പോൾ പറഞ്ഞൊഴിയാൻ വേണ്ടി പല കാര്യങ്ങളും ആൾക്കാർ പറയും. അതിപ്പോൾ പണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മൂല്യത്തെ താക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇഷ്ടംപോലെ നമുക്ക് പ്രീവിയസ് എക്സാമ്പിൾസ് എടുക്കാൻ പറ്റും. യു ക്യാൻ ടേക്ക് അംറ്റീൻ നമ്പർ ഓഫ് എക്സാമ്പിൾസ്. അതല്ലല്ലോ നമ്മളിപ്പോൾ പറയുന്നത്. 21ാം നൂറ്റാണ്ടിൻ്റെ ഇന്നത്തെ കഥയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഞാനിപ്പോൾ ഒരു കാര്യം പറയുകയാണ്, ഇത് ചെയ്യുന്നില്ല,
അല്ലെങ്കിൽ ഈ കൺവെൻഷൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ 1947 തൊട്ട് 1958 വരെ ഈ കൺവെൻഷൻ ഫോളോ ചെയ്തു എന്നുള്ളത് ഒരു ചോദ്യം എൻ്റെ അടുക്കൽ ഇങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ 1948 തൊട്ട് 58 വരെയുള്ള രാജ്യമായി ഇന്ത്യ നിലനിൽക്കുന്നതിനാണ്, അല്ലെങ്കിൽ ആ പാർലമെൻ്ററി സിസ്റ്റത്തിൽ തന്നെ നിന്നാൽ മതി എന്നുള്ളൊരു ഒരു ഡിസിഷനിലാണോ നിങ്ങൾ എന്നൊരു ചോദ്യമുണ്ടല്ലോ. സോ ഇവിടെ വളരെ വ്യക്തമായി ഞാൻ പറയുന്നു, പാർലമെൻ്ററി കൺവെൻഷൻസ് ഫോളോ ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരെയും, ഈ പറയുന്ന പാർലമെൻറ്റിനകത്തുള്ള ഓരോരുത്തർക്കും ബാധ്യതയാണ്. അതൊരു ബൗണ്ടൻ ഡ്യൂട്ടിയാണ്. കാര്യം നമ്മൾ പാർലമെൻ്ററി സിസ്റ്റം കൊണ്ട് കണക്കാക്കുന്നത് അടുത്ത ജനറേഷന് കൊടുക്കാനുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് ജനറേഷൻ ഈസ് വാച്ചിങ് യു. അപ്പോൾ അങ്ങനൊരു ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് നമ്മൾ അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ കഴിയുക. ഇപ്പോൾ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ, ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് 10% സീറ്റ്സ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്പോസിഷൻ ലീഡർഷിപ്പ് കിട്ടത്തുള്ളൂ. AKG പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പം ഈ പറയുന്ന 10% വോട്ട്സ് അന്ന് ഉണ്ടായിരുന്ന സീറ്റ്സ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പണ്ഡിറ്റിന് അത് കൊടുത്തു. കാരണം പ്രതിപക്ഷം ഉണ്ടാകണം, പ്രതിപക്ഷ നേതാവ് ഉണ്ടാകണം, ചോദ്യം ചെയ്യപ്പെടണം. അതെ, ചോദ്യം ചെയ്യപ്പെടണം എന്നുള്ള അത് ചോദ്യം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ പാർലമെൻ്ററി പ്രാക്ടീസിനകത്തെ ഏറ്റവും വലിയ കാര്യമാണത്. ദാറ്റ് ഷുഡ് ഹാപ്പൻ ഇറസ്പെക്റ്റീവ് ഓഫ് ഹൂ ഇസ് റൂളിംഗ് ദ നേഷൻ. നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളുടെ കുറച്ച് നാളത്തെ, ഇപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾക്കെതിരെ പറയാൻ പലർക്കും പേടിയാണ്, BJPക്കകത്ത് തന്നെ പേടിയാണ്. ആ പറയുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുടെ പരോക്കിയൽ ഇൻട്രസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിൽ ഒരു സിസ്റ്റത്തെ മൊത്തം നിങ്ങൾ വളച്ചൊടിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ശശി തരൂരിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുമായിരുന്നു. ശശി തരൂർ പറഞ്ഞത് ഏതോ ഒരു എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹം വർഷങ്ങളായിട്ട് ഓപ്പോസിഷനിലുള്ള ആൾക്കാർക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതെടുത്തങ്ങ് കളഞ്ഞു. ഇപ്പോൾ ഓപ്പോസിഷനോട് റോളില്ല. അത് കഴിഞ്ഞാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത സെൻറ്റൻസാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാര്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്നൊരു കാര്യം പ്രോപ്പർലി അവിടെ വർക്ക് ചെയ്യുന്നേ ഇല്ല നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ. അപ്പം നിങ്ങളെല്ലാത്തിനും ഉൾട്ടയടിച്ച് നിങ്ങൾക്ക് ക്രിറ്റിസിസത്തിനെ നേരിടാൻ പറ്റാത്ത ഒരു സാഹചര്യം, നിങ്ങൾക്ക് ഒരു താല്പര്യമില്ല ഡെമോക്രാറ്റിക് വാല്യൂസിനെ സംരക്ഷിക്കുക. ഞാൻ പറഞ്ഞു, നമ്മുടെ ഇവിടുന്ന് പോയിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ 20 ആൾക്കാർ പോയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് സുരേഷ് ഗോപി അല്ലേ. നമ്മളെല്ലാവർക്കും ഈ പറയുന്ന 20 പേർക്കും ഈ പാർലമെൻ്ററി പ്രാക്ടീസസിനെ അപ്ഹോൾഡ് ചെയ്യാനുള്ള ഡ്യൂട്ടിയുണ്ട്. ദാറ്റ് ഈസ് യുവർ ബൗണ്ടൻ ഡ്യൂട്ടി. അപ്പോൾ അത് ചെയ്യുന്നില്ലാത്ത പ്രധാനമന്ത്രി അവിടെ വരത്തുപോലുമില്ല, പല ഘട്ടങ്ങളിലും വരത്തുപോലുമില്ല. അത് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും തിരക്കായിരിക്കും, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷേ ഒരു രാജ്യത്ത് ഏറ്റവും വലിയൊരു വിഷയം മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് ആ പാർലമെൻറ്റിൽ ഒരു ചർച്ച നടത്താൻ, ഞാനത് പറയുന്നത് പാർലമെൻ്ററി പ്രാക്ടീസുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പാർലമെൻറ്റിൽ ഒരു ചർച്ച നടത്താനായി അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടി വന്നു പ്രതിപക്ഷത്തിന് ഒരുമിച്ച്. ആ അവിശ്വാസ പ്രമേയ മോഷനകത്ത് 2 മണിക്കൂർ 15 മിനിറ്റ് സംസാരിച്ച പ്രധാനമന്ത്രി 2 മണിക്കൂർ മണിപ്പൂരിനെ കുറിച്ച് തൊട്ടേയില്ല, സംസാരിച്ചിരുന്നു. ആദ്യത്തെ 2 മണിക്കൂർ തൊട്ടേയില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഡീഗ്രേഡഡ് ആയി നമ്മുടെ പാർലമെൻ്ററി സിസ്റ്റം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. നമ്മൾ വലിയ ലാർജർ സ്പിയറിൽ സംസാരിക്കുന്ന ഒരു നേഷൻ സ്റ്റേറ്റാണ്. നമ്മൾ പറഞ്ഞാലേ നരേന്ദ്രമോദി ഭരിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരാൾ ഭരിക്കുന്നു, അത് നമ്മൾ തമ്മിലുള്ളൊരു പ്രശ്നമാണ്. പക്ഷേ ദ വേൾഡ് ഈസ് വാച്ചിങ് യു. ഇന്ത്യൻ പാർലമെൻ്ററി സിസ്റ്റത്തെക്കുറിച്ച് ആൾക്കാർ പഠിക്കുന്നു. അപ്പോൾ ആ പാർലമെൻ്ററി സിസ്റ്റത്തിന് നമ്മൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ എന്താണ്, അതിനെ എൻറിച്ച് ചെയ്യാനായിട്ടുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, അങ്ങനെയുള്ള വലിയ പഠനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അതിന് നമ്മൾ തന്നെ വിഘാതമായി നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ദാറ്റ് ഈസ് ദ സാഡസ്റ്റ് പാർട്ട് ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് നൗ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ശ്രീ കൃഷ്ണദാസ്, അങ്ങ് നേരത്തെ ഈ ഭൂരിപക്ഷത്തിൻ്റെ കാര്യമൊക്കെ പറയുകയുണ്ടായി. വലിയ ഭൂരിപക്ഷമൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ നോക്കൂ, കഴിഞ്ഞ രണ്ട് തവണയെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കേവല ഭൂരിപക്ഷം പോലും നേടാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. ഘടകകക്ഷികളുടെ ഒരു തണലിലാണ് ഈ സർക്കാർ മുന്നോട്ട് പോകാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ നോക്കൂ, ഈ സമവായ ചർച്ച പോലും നേരത്തെ ഈ പാനലിൽ സംസാരിച്ച ലാൽകുമാർ സംസാരിച്ചത് കേട്ടില്ലേ? ഒരിക്കൽ പോലും ഒരു സമവായത്തിന് പോയിട്ട് പ്രതിപക്ഷത്തോടൊന്ന് സംസാരിക്കാൻ പോലും തയ്യാറാകാത്തവരാണ് ഭരണപക്ഷം എന്ന് പറയുന്നത്. ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അങ്ങനെയായിരുന്നു കഴിഞ്ഞ 10 വർഷം നമ്മുടെ മുന്നിൽ മാതൃകയായി നിന്നത്. ഇത് നോക്കൂ, ഇത്തവണ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരികയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ ഘടകകക്ഷികളെ അത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയാത്തൊരു സാഹചര്യം യഥാർത്ഥത്തിൽ ഉണ്ടല്ലേ? JDUവിനെയും അതുപോലെ TDPയെയൊക്കെ അത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയുമോ?
കാലുവാരുമെന്നുള്ളൊരു പേടി വളരെ കൃത്യമായിട്ടുണ്ട്. അതായിരിക്കാം ഒരുപക്ഷെ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ കാല് പിടിച്ചിട്ടായാലും ഒരു സമവായത്തിന് നീക്കം നടത്തുന്നത്. നീലിമ, കേരളമടക്കമുള്ള സർക്കാരുകൾ ഭരിക്കുന്നത് കൂട്ടുകക്ഷി സർക്കാർ എന്നുള്ള നിലക്കാണ്. ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ചേർന്നിട്ടുള്ള ഒരു കക്ഷി സർക്കാർ എന്നുള്ള നിലക്കാണ്. അവരെ ആര് കാലുവാരും? അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥയ്ക്ക് നേതൃത്വം കൊടുത്ത ആളുകൾ അവരെ കാലുവാരുമോ എന്നൊന്നും ഞാൻ തിരിച്ചു ചോദിക്കുന്നില്ലല്ലോ. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് പാർലമെന്റിനകത്ത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാർ അവരെല്ലാവരും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യാനെല്ലാം രംഗത്ത് വന്നിരിക്കുന്നത്. ഇതേ ദിവസം 1975 ഇതേ ദിവസം ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ അതേ ഭരണഘടന തന്നെ ചവിട്ടുകൊട്ടയിലിട്ട ആൾക്കാരാണ് ഇവര്. ഈ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് തന്നെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 19 മാസക്കാലം ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ജനാധിപത്യ അവകാശങ്ങളെ മുഴുവൻ കവർന്നു തിന്ന ആൾക്കാരാണ് ഈ വർത്തമാനം പറയുന്നത്. പിന്നെ 1980 വരെ പാർലമെന്റിലെ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും ലിസ്റ്റ് നിങ്ങളൊന്ന് പരിശോധിക്കൂ. ഈ സമയത്ത് ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് നീലിമ ഒന്ന് പരിശോധിക്കൂ. 1980 വരെ കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ നേരത്തെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം കൊടുക്കാനുള്ള 10% കുറിച്ച് ശ്രീ ലാൽ സൂചിപ്പിച്ചല്ലോ. അത് നേരത്തെയും കൊടുത്തിട്ടുണ്ട്, പലപ്പോഴും കൊടുത്തിട്ടുണ്ട്, BJP ഭരിക്കുമ്പോഴും കൊടുത്തിട്ടുണ്ട്, കൊടുക്കാതെയും ഇരുന്ന കാലഘട്ടങ്ങളുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ഈ 2 സ്ഥാനങ്ങളിലേക്കുള്ള 1980 വരെയുള്ള ആളുകളുടെ ലിസ്റ്റ് ഒന്ന് പരിശോധിക്ക്. ആരാ ഉള്ളത്? കോൺഗ്രസ്സുകാർ തന്നെയാണ് രണ്ടും. കോൺഗ്രസ്സുകാരല്ലാത്തവർ 1980 AIDMK വന്നു, പിന്നെ DMK വന്നു 2 പ്രാവശ്യം. അതിനപ്പുറത്തേക്ക് ആര് വന്നു? ആരും വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് രാഷ്ട്രീയപരമായി എന്തിനേയും എടുക്കാം. പിന്നെ ശ്രീ ലാൽകുമാറും അതുപോലെ തന്നെ എങ്കിൽ കഴിഞ്ഞ ടൈമിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഡെപ്യൂട്ടി സ്പീക്കറെ അത്തരത്തിലൊരു ആലോചന പോലും നടന്നില്ലല്ലോ? ഡെപ്യൂട്ടി സ്പീക്കർ വേണമെന്നുള്ള ഒരു ആലോചന പോലും, അത് ഈ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനാണോ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്ന ആ ഒരു പദവി വേണ്ട എന്ന് വെച്ചത്? വളരെ കൃത്യമായി പറയുന്നില്ലേ, ഒരു പുതിയ ലോക്സഭ നിലവിൽ വരുമ്പോൾ അതിൻ്റെ ആദ്യ സമ്മേളനത്തിൽ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും തെരഞ്ഞെടുക്കണം. അത് മാൻഡേറ്ററിയാണ്. ആ മാൻഡേറ്ററി വ്യവസ്ഥ എന്തുകൊണ്ടാണ് 2019 24 കാലഘട്ടത്തിൽ പാലിക്കാതെ പോയത്? നീലിമ, ഈ വരാൻ പോകുന്ന, നാളെ നടക്കാൻ പോകുന്ന, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന ഈ 2 തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് നമ്മൾ ഇത്ര വീറോടെ ചർച്ച ചെയ്യുമ്പോൾ ഞാനതാ പറഞ്ഞു, നിങ്ങൾ വെറുതെ ഒന്ന് പാർലമെന്റിലെ സ്പീക്കർമാരുടെ ഡെപ്യൂട്ടി സ്പീക്കർമാരുടെ ലിസ്റ്റ് ഒന്ന് പരിശോധിക്ക്. ഇതിൽ ആരുണ്ട്? BJP ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിലും BJPക്ക് പ്രാധാന്യം ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, നേരത്തെയും കൊടുത്തിട്ടുണ്ട്, ഇനിയും കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ വേണ്ട എന്നുള്ള നിലപാടാണ്. ആർക്കാ വേണ്ടാത്തത്? എന്തുകൊണ്ടാണ് വേണ്ടാത്തത്? അവർക്ക് ഇതിലൊരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. അല്ല, ഡെപ്യൂട്ടി സ്പീക്കർ പദവി കൊടുക്കാമെന്ന് ഇന്നത്തെ ചർച്ചയിൽ പറഞ്ഞോ? ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകാമെന്ന് ഇന്നത്തെ ചർച്ചയിൽ അങ്ങനെ ഒരു ധാരണയുണ്ടായോ? തീരുമാനം അറിയിച്ചോ പ്രതിപക്ഷത്തെ? അതാണല്ലോ ഞാൻ പറഞ്ഞത്. അതിനകത്തുള്ള ചർച്ചയെ സംബന്ധിച്ച് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്തായാലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. ശ്രീ എ സമ്പത്ത്, ഇതിപ്പോൾ നോക്കൂ, അതൊക്കെ ആകാം, പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വിട്ടുതരാൻ കഴിയില്ല. അത് വളരെ കൃത്യമായി അവർ കൊടുക്കുമെന്നോ ഇല്ലെന്നോ പറയുന്നില്ല. പക്ഷേ ആകപ്പാടെ പറയുന്നത് സ്പീക്കർ പദവിയിലേക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് തീർത്തും മുഖം തിരിച്ചുകൊണ്ടുള്ളൊരു സമീപനം, ഇതെന്ത് ജനാധിപത്യമാണ്? നോക്കൂ, കഴിഞ്ഞ തവണത്തേതുപോലും ഒന്നുമല്ല. 293, 232 ആ സീറ്റ് നിലയിൽ നിൽക്കുകയാണ്. മാത്രവുമല്ല, ബിജു ജനതാദൾ കൂടി ഇപ്പുറത്തേക്ക് വരുമ്പോൾ 237 എന്ന നമ്പറിലേക്ക് പ്രതിപക്ഷത്തിൻ്റെ സംഖ്യ ഉയരാൻ പോകുകയാണ്. അങ്ങനെ പ്രതിപക്ഷത്തെ തീർത്തും നിസ്സാരമായി ഈ 18ാം ലോക്സഭയിൽ കാണാൻ കഴിയുമോ ഭരണപക്ഷത്തിന്? ശ്രീ എ സമ്പത്ത്. നീലിമ, നമ്മുടെ 3 ചങ്ങാതിമാരും പറഞ്ഞ ചില കാര്യങ്ങൾ, അതിൽ ചില കാര്യങ്ങൾ ഞാനൊന്ന് കൂട്ടിച്ചേർക്കാനും ഒന്ന് വിശദമാക്കാനും ചില കാര്യങ്ങളിലുള്ള അതിൻ്റെ നിഷേധിക്കലും നടത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വേള അതിന് ഉപയോഗിക്കുന്നത്. ഞാൻ ലോക്സഭാംഗമായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഏതെങ്കിലും ഒരു സ്പീക്കർ ചുമതല വഹിച്ച, ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭയിൽ ഇപ്പോൾ ശ്രീ ഓം ബിർളയെക്കുറിച്ച് ചില കാര്യങ്ങളിലൂടെ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പറ്റി വ്യക്തിപരമായി, ഞാൻ ആ സഭയിൽ ഇല്ലായിരുന്നുവെങ്കിൽ പോലും ഞാനുണ്ടായിരുന്ന സഭയിൽ പിന്നീട് അദ്ദേഹം സ്പീക്കറായിരുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു സ്പീക്കറെക്കുറിച്ചൊന്നും ഞാൻ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റു 3 പേർക്കും വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാനിത് ആമുഖമായി ഇപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ? എന്നോട് നേരത്തെ നീലിമ ചോദിച്ചപ്പോൾ ഞാൻ ഇന്ത്യൻ ഭരണഘടനയിലെ ചില ആർട്ടിക്കിൾസും, അതിൽ ആർട്ടിക്കിൾ 93, 94, 95, 96 എന്നിവ ലോക്സഭയിലെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ പദവികളെ സംബന്ധിച്ചും അവരുടേതായ ചുമതലകൾ, അത്തരം ചില കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെയാണ് പറയുന്നത്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ലോക്സഭയിൽ റൂൾ ബുക്കാണ് നേരത്തെ കാണിച്ചതും ഞാനിവിടെ ആ കാര്യം ഇവിടെ ഒരു ചൂണ്ടിക്കാണിച്ചുവല്ലോ. അപ്പോൾ ശ്രീ ഓം ബിർളയെ കുറിച്ചൊരു കാര്യം പ്രൊഫസർ റോണിയാണത് ഇവിടെ സൂചിപ്പിച്ചത്. ആ കാര്യത്തിൽ ഞാൻ നേരത്തെ ഈ ലോക്സഭയുടെ ചട്ടങ്ങളുടെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിലെ ചട്ടം 7, 8, 9, 10 ഞാനിങ്ങനെ സൂചിപ്പിച്ചു പോയല്ലോ നീലിമ. ചട്ടം 8, റൂൾ 8 ഈ റൂൾ ബുക്കിൽ പറയുകയാണ് നീലിമ. റൂൾ ബുക്കിൽ പറയുകയാണ് ചട്ടം 8(1) ദി ഇലക്ഷൻ ഓഫ് എ ഡെപ്യൂട്ടി സ്പീക്കർ ഷാൽ ബി എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി ആണ് എന്നുള്ളതിന് പ്രത്യേകിച്ച് പറയണോ ഇനി? held on such date as the speaker may fix, and the secretary general shall send to every member notice of this date. പിന്നെ അതിൻ്റെ 2 താഴോട്ടെല്ലാം 3 അതിൻ്റെ എല്ലാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ 17-ാം ലോക്സഭയുടെ കാലത്ത് സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഭരണഘടനാപരമായ ഒരു പദവി സ്പീക്കർ, ആ സ്പീക്കറെ അത്തരത്തിൽ തിരഞ്ഞെടുക്കുന്നതിന് സമവായമാകട്ടെ സമവായമായില്ല, അത് തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നാൽ അങ്ങനെ തിരഞ്ഞെടുപ്പ് നടക്കട്ടെ, അത് രഹസ്യ ബാലറ്റിൽ കൂടി ഒക്കെയാണ് അവിടെ നടക്കുക, അത്തരം കാര്യങ്ങൾ ശരി അങ്ങനെ വരട്ടെ. അങ്ങനെ വന്നാലോ ഇത് നടത്തേണ്ടയാൾ ചുമതലപ്പെട്ടയാൾ ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. ആരായിരുന്നു ആ സഭ പിരിച്ചുവിടപ്പെട്ട സഭയുടെ ലോക്സഭയുടെ സ്പീക്കർ 5 കൊല്ലക്കാലം? ശ്രീ ഓം ബിർളയാണ്. അങ്ങനെയാണെങ്കിൽ ഓം ബിർള ഭരണഘടനാപരമായ തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ട വ്യക്തിയെ വീണ്ടും BJPയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന് അങ്ങനെ സ്പീക്കറായി തന്നെ വേണം എന്ന് ശഠിക്കുന്നത് അത് എന്തിൻ്റെ അർത്ഥത്തിലാണ്? ഭരണഘടനയെ സംരക്ഷിക്കാനോ? അതോ സ്പീക്കർ തന്നെ അത്തരത്തിൽ അവിടെ പരിപാലിക്കേണ്ടതായിട്ടുള്ള ചട്ടങ്ങളുടെയോ അല്ല, അദ്ദേഹത്തിന് മുമ്പുള്ള സ്പീക്കർമാരും അദ്ദേഹവും നൽകിയിട്ടുള്ള ഡയറക്ഷൻസ് ബൈ ദ സ്പീക്കർ ഓഫ് ലോക്സഭ എന്ന ഇതും ആയി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം അല്ലേ അത് അങ്ങനെ മുറുകെ പിടിക്കണമല്ലോ. ചെങ്കോലൊന്നും അല്ല ഈ കാര്യമെന്ന് പറയുന്നത്. രാജവാഴ്ചയുടേതായ അത്തരത്തിലുള്ള അധികാരത്തിൻ്റെ അല്ലേ, ജനാധിപത്യ വാഴ്ചയുടെ ജനാധിപത്യത്തിൻ്റെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ അതിൻ്റെ മഹോന്നതമായിട്ടുള്ള ആ ഒരു ഇരിപ്പിടത്തിലാണ് സ്പീക്കർ. അവിടെ ഈ ഭരണഘടനാപരമായ തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു. തീരുന്നില്ലല്ലോ. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിച്ചില്ലേ എന്ത്? ആ സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നത് അത് ഈ വെള്ളത്തിൽ വരച്ച വര പോലെ ആയല്ലോ. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിക്കുന്നതനുസരിച്ചാണ് സ്പീക്കറുടെ ഓഫീസ് പെരുമാറുന്നതെങ്കിൽ. ഇനി അടുത്തൊരു കാര്യം, ഇവിടെ ലാൽകുമാർ സൂചിപ്പിച്ചൊരു കാര്യത്തെ സംബന്ധിച്ച് ഞാൻ അതുകൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ലോക്സഭാംഗമായിരിക്കുന്ന 2ാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ പാർലമെൻറ്റിലെ 24 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ അതിൽ 16 എണ്ണത്തിൻ്റെ ചെയർപേഴ്സൺസ് ലോക്സഭയിൽ നിന്നും 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ചെയർമാൻമാർ രാജ്യസഭയിൽ നിന്നും ആയിരിക്കും. അവിടെ ആഭ്യന്തര വകുപ്പിൻ്റെ ഈ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഹോം അഫയേഴ്സിൻ്റെ അന്ന് ചെയർമാനായിരുന്നത് സാക്ഷാൽ വെങ്കയ്യ നായിഡുവാണ്. പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി അത്തരത്തിൽ BJP പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരാതിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ അങ്ങനെ സൈഡ് ലൈൻ ചെയ്തു പോയതുണ്ടല്ലോ. അദ്ദേഹം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുമ്പോൾ ശ്രീ LK അദ്വാനി അതിലെ അംഗമാണ്, ഞാൻ ഉൾപ്പെടെ അതിലെ അംഗമാണ്. അന്ന് കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിലുള്ളത്. അത് ഒരു കീഴ്വഴക്കം എന്താണ്? പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി, ആ പ്രതിപക്ഷ പാർട്ടിയുടെ രാജ്യസഭയിൽ നിന്നുള്ള അംഗത്തിന് ഹോം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം. പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ലോ ആൻഡ് ജസ്റ്റിസ് നീതിന്യായകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. 1ാം മോദി സർക്കാരിൻ്റെ കാലത്ത് ആദ്യം അഭിഷേക് മനു സിംഗ്വി ആയിരുന്നു സുപ്രീം കോടതിയിലെ പ്രധാനപ്പെട്ട ഉയർന്ന അത്തരത്തിൽ വളരെ ദീർഘകാലത്തെ അനുഭവ സമ്പത്തുള്ള രാജ്യസഭാംഗം കൂടിയായിട്ടുള്ള സിംഗ്വിക്ക് ശേഷം കോൺഗ്രസിൻ്റെ തമിഴ്നാട്ടിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ടുള്ള EMS നാച്ചിയപ്പനായിരുന്നു. എന്താ പിന്നീട് ചെയ്തത് BJP? ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം പിടിച്ചെടുത്തു. പിന്നീട് ഇതിൻ്റെ അധ്യക്ഷനായിരുന്ന ആൾ ഭൂപേന്ദർ യാദവാണ്. അപ്പോൾ അദ്ദേഹം വീണ്ടും മന്ത്രിയായല്ലോ. ഫൈനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി 2ാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്ന് ആരായിരുന്നു? യശ്വന്ത് സിൻഹ ആയിരുന്നു അന്ന് അതിൻ്റെ അധ്യക്ഷൻ. കേരളത്തിലെ ഇന്നത്തെ മന്ത്രി P രാജീവ് ഉൾപ്പെടെ ഞാനും ആ കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നവരാണ്. ഇതൊക്കെ നമ്മുടെ ഒരു പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ മനോഹാരിതയുടെ കാര്യങ്ങളാണ്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ BJP തട്ടിത്തെറിപ്പിച്ചല്ലോ. അപ്പോൾ ഞങ്ങൾ പുതിയ കീഴ്വഴക്കം ഉണ്ടാക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ഡെപ്യൂട്ടി സ്പീക്കർ പാർലമെൻറ്റിൻ്റെ തന്നെ ചില കമ്മിറ്റികളുടെ അധ്യക്ഷനാണ്.
ഈ കമ്മിറ്റി ഓൺ സ്റ്റാച്യൂസ് ആൻഡ് പോർട്രേറ്റ്സ് എന്നൊക്കെ പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. കഴിഞ്ഞ 5 കൊല്ലക്കാലം ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരുന്നില്ല, ആ കമ്മിറ്റി തന്നെ കൂടിയിട്ടില്ല. ഏറ്റവും കൂടുതൽ ആ കമ്മിറ്റി കൂടിയത് 16ാം ലോക്സഭയുടെ കാലത്ത് അവസാന ഡിസംബറിലാണ്. പിന്നീട് അത് കൂടിയിട്ടേ ഇല്ല. ഇപ്പോൾ ഈ ലോക്സഭ നടക്കുമ്പോൾ ഒരു പുതിയ കെട്ടിട സമുച്ചയത്തിലാണ്, പുതിയ കെട്ടിടത്തിലാണ് നടക്കുന്നത്. അതിന് സെൻട്രൽ ഹാൾ പോലുമില്ല. സെൻട്രൽ ഹാളിലാണ് വാസ്തവത്തിൽ ഈ പാർലമെൻറ്റിൻ്റെ ഗർഭഗൃഹം എന്ന് വിശേഷിപ്പിക്കാവുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം അത്തരത്തിൽ അവരെല്ലാം ഒന്ന് അവിടെ ഈ എക്രോസ് എ കപ്പ് ഓഫ് ടീ നമ്മൾ പറയില്ലേ, ഒരു ചായക്ക് ഒരു കാപ്പിക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സൗഹൃദ സംഭാഷണങ്ങളിൽ കൂടി മഞ്ഞുരുക്കലെല്ലാം അത്തരത്തിൽ നടത്തുന്ന അതിനുള്ളൊരു വേദി പോലും അവിടെ ഇല്ല. അതിനുള്ള സ്ഥല സൗകര്യം പോലും ഇല്ല. പ്രതിമകൾ പലതും മാറ്റുകയാണ്. എങ്ങനെ മാറ്റി? ആരോട് ചോദിച്ചിട്ടാണ് ഇത് മാറ്റുന്നത്? ഞാൻ ഇവിടെയാണ് ഇക്കാര്യത്തെ സംബന്ധിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം എന്നത്, ഇവിടെ ഈ പാർലമെൻ്ററി ജനാധിപത്യം എന്നത് അത് തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളത് കൊണ്ട്, തങ്ങൾക്ക് സംഖ്യാബലമുള്ളത് കൊണ്ട് അതങ്ങനെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ഉപാധിയല്ല, അതിനുള്ളൊരു വേദിയല്ല. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ചുമതലകളെ സംബന്ധിച്ച്. പാർലമെൻറ്റ് എപ്പോഴും ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ഇന്ത്യയുടെ പാർലമെൻറ്റിനെ സംബന്ധിച്ച് പറയുക. കാരണം പാർലമെൻറ്റ് സമ്മേളനങ്ങൾ ചേരാത്ത സമയത്തും സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ചേർന്നുകൊണ്ടേയിരിക്കും രാജ്യത്തിൻ്റെ പല ഭാഗത്തായി. ആ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ മുമ്പിലേക്കാണ് ബില്ലുകൾ അയക്കേണ്ടത്, സ്ക്രൂട്ടനി ചെയ്യാനായി. ഫസ്റ്റ് റീഡിങ്ങിൽ തന്നെ സെക്കൻഡ് റീഡിങ്ങും തേർഡ് റീഡിങ്ങും നടത്തി ഇതെല്ലാം ദോശ ചുട്ടെടുക്കുന്ന ലാഘവത്തിൽ ബില്ല് പാസ്സാക്കി കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നമ്മുടെ നിയമനിർമ്മാണ പ്രക്രിയയ്ക്കും ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും ഈ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനും അത് നല്ല സന്ദേശമല്ല നൽകുന്നത്. അത് രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്നതാണ്. സഖാവ് വർക്കല രാധാകൃഷ്ണൻ പലപ്പോഴും ഇടപെട്ട് സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ബില്ലുകൾ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് അയക്കണം. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലാണ് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പരിഗണനകൾക്കപ്പുറമായി പാർലമെൻറ്റ് അംഗങ്ങൾ വിശദമായി ആ ബില്ലിനെ അത്തരം നടപടിക്രമങ്ങൾ കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യൻ പാർലമെന്റ് കണ്ടിട്ടില്ല എന്നതാണ് നഗ്നമായ യാഥാർത്ഥ്യം. ശ്രീ റോണി കെ ബേബിയിലേക്ക് പോകേണ്ടതുണ്ട്. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ചില വിമർശനങ്ങളും ഉയരുന്നുണ്ട്. കരുത്ത് കാട്ടാനാണല്ലോ പ്രതിപക്ഷത്തിൻ്റെ ഈ നീക്കം. നമ്മൾ പ്രോട്ടം സ്പീക്കറുടെ കാര്യത്തിൽ അത്തരത്തിലൊരു നിലപാടെടുത്തു. നീറ്റ് നെറ്റ് എക്സാം വിഷയത്തിലെല്ലാം പ്രതിപക്ഷത്തിൻ്റെ ശക്തി എന്താണെന്ന് പാർലമെൻറ്റ് കണ്ടതാണ്. പക്ഷേ നോക്കൂ, ഇപ്പോൾ ഈ സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിൽ കോൺഗ്രസിനെതിരെ ചില വിമർശനങ്ങൾ ഉയരുകയാണ്. ഒരു ചർച്ച അവിടെ നടന്നില്ല എന്നുള്ള രീതിയിൽ ഇന്ത്യ മുന്നണിക്ക് അകത്തുനിന്ന് തന്നെ വിമർശനങ്ങൾ ഉയരുകയാണ്. ശരത് പവാറും അതുപോലെ മമതയൊക്കെ അത് കോൺഗ്രസിൻ്റെ മാത്രം തീരുമാനമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. കൊടിക്കുന്നിൽ സുരേഷും പറഞ്ഞു ഇത് പാർട്ടി തീരുമാനമാണ്. ഇത് നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു കരുത്ത്, പ്രതിപക്ഷത്തിൻ്റെ ഒരു കരുത്ത് കാണിക്കാൻ അത്തരത്തിൽ വലിയ ശ്രമങ്ങൾ നടത്തുമ്പോൾ കോൺഗ്രസിൻ്റെ ഈ ഒരു നിലപാടുകൾ എങ്ങനെയാണ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുക? ഈ നീലിമ എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ബഹുമാനപ്പെട്ട കൃഷ്ണകുമാർ പറഞ്ഞ ഒരു BJPയുടെ വക്താവ് പറഞ്ഞ കാര്യത്തോട് ഒരു വിയോജിപ്പ് പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇതിനു മുൻപ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രമൊക്കെ പരിശോധിച്ചാൽ ഇതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് കൊടുത്ത ചരിത്രമൊന്നുമില്ല, അല്ലെ ഉദാഹരണങ്ങളൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. 1969 മുതലാണ് കൃത്യമായി തന്നെ ഈ കീഴ്വഴക്കം ഇന്ത്യയിൽ വന്നത്. അദ്ദേഹം പറഞ്ഞ അടിയന്തരാവസ്ഥയ്ക്ക് കാരണക്കാരി എന്ന് അദ്ദേഹം പറഞ്ഞ ശ്രീമതി ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് 1969 ആദ്യമായി പ്രതിപക്ഷത്തിന് അന്ന് വന്നത് GSL എന്ന് പറയുന്ന ആളാണ്. ഇന്ദിരാഗാന്ധി തന്നെയാണ്, അതിലോ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം പറഞ്ഞു അത് വിമർശിക്കപ്പെടേണ്ടത്. എനിക്ക് അതിനോട് കൃത്യമായിട്ടുള്ള പിന്നെ അഭിപ്രായ വ്യത്യാസമായിട്ട് കൃത്യമായി വിയോജിപ്പുണ്ട്. അടിയന്തരാവസ്ഥയെ കുറിച്ചുള്ള പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ അദ്ദേഹം BJP റെപ്രസെന്റ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ കൃത്യമായിട്ടുള്ള അതിനകത്ത് വ്യാഖ്യാനങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അടിയന്തരാവസ്ഥയുടെ കാലത്ത് RSSനെ നിരോധിച്ചതെന്നും അല്ലെ ജയപ്രകാശ് നാരായണനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാൻ വേണ്ടി RSS എങ്ങനെയാണ് ശ്രമിച്ചതെന്നും അടിയന്തരാവസ്ഥയുടെ ചരിത്രം നിഷ്പക്ഷമായി പഠിക്കുമ്പോൾ അതൊക്കെ വളരെ കൃത്യമായി നമ്മുടെ മുമ്പിലേക്ക് വരും. അല്ലെങ്കിൽ ഇന്ത്യയിലെ പട്ടാളക്കാരുടെ ബാരക്കുകളിൽ നിന്ന് പുറത്തിറങ്ങി ടോട്ടൽ റവല്യൂഷൻ നടത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്ത ജയപ്രകാശ് നാരായണന് പിന്നിൽ എങ്ങനെയാണ് RSS നിന്നത് എന്നൊക്കെയുള്ള ചരിത്രം നമ്മുടെ കൃത്യമായി തന്നെ ഉണ്ട്. അപ്പോൾ അടിയന്തരാവസ്ഥയെ കുറിച്ച് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു, അതല്ല പിന്നെ യഥാർത്ഥ ചരിത്രം. അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്ര ഈ ജനാധിപത്യത്തെ തകർത്തു എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധി തന്നെ ഈ പറയുന്ന അടിയന്തരാവസ്ഥ പിൻവലിച്ചുകൊണ്ട് ഈ ജനാധിപത്യത്തിന്റെ മനോഹാരിതയായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോയ ആ ഒരു ചരിത്രവും അതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുകൂടി ഞാൻ ഇവിടെ പിന്നെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യത്തിന് കൃത്യം പറയാം. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഇവിടെ പ്രോട്ടം സ്പീക്കറായി സ്വാഭാവികമായി വരേണ്ട ആൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അദ്ദേഹമാണ് സീനിയർ മോസ്റ്റ് മെമ്പർ ഓഫ് ദ ലോക്സഭ. അദ്ദേഹം പിന്നെ 8 തവണയിൽ കൂടുതൽ അദ്ദേഹം ലോക്സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു.
അപ്പോൾ അത് എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളുമായി, കാരണം ഇന്ത്യ മുന്നണി എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇന്ത്യ മുന്നണിക്ക് പുറത്തുള്ള കക്ഷികളുമായിട്ട് പോലും പിന്നെ മുന്നണി നേതൃത്വം, ഞാൻ കോൺഗ്രസ് എന്ന വാക്കല്ല ഉപയോഗിക്കുന്നത്, ഇന്ത്യ മുന്നണിക്ക് ഒരു നേതൃത്വമുണ്ട്. ആ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം കൃത്യമായി ആശയവിനിമയം നടത്തി തന്നെയാണ് പ്രോട്ടേം സ്പീക്കർ സ്ഥാനത്തേക്ക് കൊടുക്കുന്ന സുരേഷിന് വരും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ അദ്ദേഹത്തിന് അത് നിഷേധിക്കപ്പെട്ടു. കാരണം എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും ഉണ്ടായിട്ടും, ഞാൻ പറഞ്ഞതുപോലെ ലോക്സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ട് സീനിയർ മോസ്റ്റ് മെമ്പർ ഓഫ് അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന സ്വാഭാവികമായിട്ടുള്ള നീതി അത് നിഷേധിക്കപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു പ്രതിഷേധം കൂടിയുണ്ട്. ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പിലേക്ക് മാത്രമായിട്ടല്ല ഇന്ത്യ മുന്നണി വരുന്നത്. കാരണം ഈ 18ാം ലോക്സഭയുടെ ആദ്യ ദിവസം മുതൽ ഈ സർക്കാർ വീണ്ടും പുലർത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യപരമായ നടപടികൾ, അദ്ദേഹം പറഞ്ഞ ഡെപ്യൂട്ടി സ്പീക്കർ മാത്രമല്ല, നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഡെപ്യൂട്ടി സ്പീക്കറിന്റെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ എന്താണ് നമ്മൾക്ക് 18 ലോക്സഭയുടെ ചരിത്രത്തിൽ ഇന്നവരെ ഉണ്ടാകുന്ന സംഭവമാണ്. അത്രമാത്രം ബഹുമാനപ്പെട്ട ഡോക്ടർ സമ്പത്തൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ വെറും 2 ദിവസം മാത്രം അദ്ദേഹം അവിടെ ഇരുന്ന് എന്തെങ്കിലും നരേന്ദ്രമോദിക്ക് എതിരായിട്ട് എന്തെങ്കിലും തീരുമാനം അദ്ദേഹം പറയാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ സത്യപ്രതിജ്ഞ ചെയ്യാതിരിക്കുമോ, ഈ പറയുന്ന വിളിക്കാതിരിക്കുമോ പ്രൊട്ടക്ട് സ്പീക്കർ? പക്ഷെ അതുപോലും ആ ഒരു സാമാന്യ മര്യാദ പോലും പുലർത്താതിരുന്ന മോദി ഗവൺമെന്റ് അല്ലെങ്കിൽ മോദി ഭരണകൂടം. അപ്പോൾ പ്രോട്ടേം സ്പീക്കറായി വരേണ്ടിയിരുന്ന കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹത്തിന്റെ ഒരു സ്വാഭാവികമായിട്ടും വന്ന ഒരു സെലക്ഷനാണ് സ്പീക്കർ പദവിയിലേക്ക് വന്നത്. അപ്പോൾ വളരെ കൃത്യമായി തന്നെ അതിനകത്ത് കൺസൾട്ടേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരിക്കലും ഒരു ഏകാധിപത്യ ശൈലിയിലൂടെ വല്യേട്ടൻ മനോഭാവത്തിൽ പോകുന്ന ഒരു പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണി. ഞങ്ങൾ അന്നും എന്നും എടുത്തൊരൊറ്റ സ്റ്റാൻഡേർഡ് ഇറ്റ്സ് കളക്റ്റീവ് ലീഡർഷിപ്പ്. അതിനകത്ത് ഒരു തരത്തിലുള്ള മാറ്റമില്ല. വെരി കളക്റ്റീവ് ലീഡർഷിപ്പ്. കാരണം കോൺഗ്രസ് അത്രമാത്രം വിട്ടുവീഴ്ചകൾ നടത്തിയത് കൊണ്ടാണല്ലോ പിന്നെ ഇത്രമാത്രം ഒരു വലിയ വിജയത്തിലേക്ക് ഇന്ത്യ മുന്നണി ഞങ്ങൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റിയെ നിർത്തിക്കൊണ്ടല്ല എന്നും ആ ഒരു ഭാഷയിൽ തന്നെ ഞങ്ങൾ സംസാരിക്കുന്നു. കാരണം ഇന്നലെ ലോക്സഭയിലെ ബഹുമാനപ്പെട്ട നമ്മുടെ കെ രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഏറ്റവും അധികം സന്തോഷത്തോടെ അതിനെ സ്വാഗതം ചെയ്തത് കേരളത്തിൽ നിന്നുള്ള പിന്നെ UDF എംപിമാരായിരുന്നു. അത് വാർത്ത വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള CPM-ന്റെ ബഹുമാനപ്പെട്ട അംഗം രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഏറ്റവും അധികം അഭിനന്ദിച്ചുകൊണ്ട് വന്നത് ഞങ്ങളുടെ എംപിമാരാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടെയുള്ളവരെ കൂടി ബോധ്യപ്പെടുത്താൻ കഴിയണം എന്നതാണ് ഒരു വിമർശനം. ശ്രീ ലാൽകുമാർ, അത് കാര്യമായി എടുക്കേണ്ട ഒരു പരാതിയല്ലേ? കാരണം 50 സീറ്റ് ഉണ്ടായിരുന്നപ്പോൾ മിണ്ടാതിരുന്നു, 100 സീറ്റിലേക്ക് എത്തിയപ്പോൾ വേറൊരു നിലപാടെടുക്കുകയാണ്, ഒരു വലിയേട്ടൻ മനോഭാവം മുന്നണിക്കകത്ത് എടുക്കുകയാണ് കോൺഗ്രസ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. NCP-യും അതുപോലെ തൃണമൂൽ കോൺഗ്രസും അത്തരത്തിലൊരു പരാതി ഉന്നയിക്കുകയാണ്. ഒരു കൺസൾട്ടേഷൻ നടന്നില്ല എന്നാണ് അവർ ഉന്നയിക്കുന്ന വാദം. ഇങ്ങനെ കോൺഗ്രസ് ഈ പ്രതിപക്ഷത്തിൻ്റെ ഒരു കരുത്ത് ചോർത്തിക്കളയുന്ന രീതി ആശാസ്യമാണോ? അല്ല, കോൺഗ്രസ് ഇന്ന് ചെയ്തത് വലിയ തെറ്റാണ്. ബിക്കോസ് ദേ ഷുഡ് ഹാവ് ഡെഫിനറ്റ്ലി കൺസൾട്ടഡ് വിത്ത് എവരി പാർട്ടി മെമ്പേഴ്സ്, അല്ല എവരി പാർട്ടി ലീഡേഴ്സ്. അത് ചെയ്യണമായിരുന്നു. അത് ചെയ്യുന്നതിന് എന്തായിരുന്നു തെറ്റ്? അവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനൊരു ആളെ നിർത്താൻ പോകുന്നു എന്ന് അവർക്ക് വിയോജിപ്പുണ്ടെങ്കിലും നിർത്താം. പക്ഷേ കൺസൾട്ടേ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതാണല്ലോ അടുത്ത പ്രശ്നം. ഫോർ എക്സാമ്പിൾ, ഇവർ പ്രീപോൾ അലയൻസിൻ്റെ സമയത്ത് വരുമ്പം ചിലരുമായിട്ട് പ്രീപോൾ അലയൻസ് ഉണ്ട്. അത് കഴിയുമ്പം പിന്നീട് അലയൻസ് എല്ലായിടത്തും ഇല്ലായിരുന്നു. ആം ആദ്മി പാർട്ടിയുമായിട്ട് ചില സ്ഥലത്തില്ലായിരുന്നു, അല്ലെങ്കിൽ നമ്മളുമായിട്ട് CPM-ഉമായിട്ട് അലയൻസ് എല്ലാ സ്ഥലത്തും ഇല്ലായിരുന്നു. അതൊക്കെ സംഭവിക്കാം. പക്ഷേ അത് ഒരു ടേബിളിലിരുന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു വണ്ടർഫുൾ മൊമെൻറ്റിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു മര്യാദയാണ്. അതും ഡെമോക്രാറ്റിക്കാണ്. നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അത് ജനാധിപത്യ മര്യാദയുടെ ഒരു ഭാഗമാണ്. കാര്യം ഒരുമിച്ച് ഒരു കുടക്കീഴിൽ നിന്ന് ജയിച്ചു വന്നവരാണ് ഇവരെല്ലാം. അത് അല്ല എന്ന് പറയുന്നത് തെറ്റല്ലേ? ഇപ്പോൾ മഹാരാഷ്ട്രയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ശരത് പവാറിനോട് സത്യത്തിൽ അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്യേണ്ടതല്ലേ? അല്ലെങ്കിൽ ശിവസേനയുടെ ആൾക്കാരോട് കൺസൾട്ട് ചെയ്യേണ്ടതല്ലേ? മമതാ ബാനർജിയോട് കൺസൾട്ട് ചെയ്യേണ്ടതല്ലേ? മമതാ ബാനർജിയുമായിട്ട് കൺസൾട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ വേറൊരു രീതിയിൽ വേണമെങ്കിൽ കോൺഗ്രസിന് മറുപടി പറയാം. ബട്ട് തിരിച്ചാലോചിച്ച് നോക്കൂ, BJP പാളയത്തിലേക്ക് ഇവരാരെങ്കിലും സ്വിച്ച് ചെയ്താൽ, ഫോർ NDA പാളയത്തിലേക്ക് ആരെങ്കിലും സ്വിച്ച് ചെയ്താൽ, ഇപ്പം മമതാ ബാനർജി എന്ന് പറഞ്ഞ ഒറ്റ ആൾ പോയി കഴിഞ്ഞാൽ കളി മാറി. ഇപ്പുറത്ത് പിന്നെ പ്രതിപക്ഷം വല്ലാത്ത രീതിയിൽ വീക്കായി. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്യത്തക്ക രീതിയിലുള്ളൊരു ചാൻസ് കോൺഗ്രസ് കൊടുക്കാൻ പാടില്ലായിരുന്നു. കോൺഗ്രസ് കൊടുക്കുന്നത് തെറ്റാണ്. കോൺഗ്രസ് അത്
വലിയേട്ടൻ മനോഭാവമൊന്നും അങ്ങനെ അത്രയും ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നടത്തുന്നില്ല. കാര്യം ഇത് വളരെ കെയർലെസ് ആയിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എനിക്ക് തോന്നുന്നു മോഡി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനോടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പെട്ടെന്ന് ജമ്പ് എടുത്തൊരു ഡിസിഷൻ ആകാം. അല്ലാതെ വലിയേട്ടൻ ഈ പറയുന്നില്ല ഒരു ഒരു ലെവലിലേക്ക് ഉള്ളൊരു എക്സസൈസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ സത്യം പറയണമല്ലോ. കാര്യം ആ ഒരു രാഷ്ട്രീയ വിമർശനം നമ്മൾ പലപ്പോഴും ഉള്ളപ്പോഴും നമ്മളോടുള്ള തോന്നൽ കൃത്യമായി പറയണമല്ലോ. പിന്നെ അടുത്തത് ഇവിടെ വന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ ജനാധിപത്യമാണ്. അപ്പം ഞാൻ അടുത്തത് എൻ്റെ പ്രശ്നം ഇവിടെ ജനാധിപത്യ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എമർജൻസിയുടെ കാലഘട്ടത്തെ കുറിച്ചാണ്. എമർജൻസിയുടെ കാലത്തെക്കുറിച്ച് എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് നടക്കുന്ന കാര്യമല്ല. കാര്യം ജനത്തിൻ്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ജനം എന്താണ് ഇവർക്ക് മറുപടി കൊടുത്തത് ഉള്ള കാര്യമുണ്ട്. അത് ഈ 42nd അമെൻമെൻറ്റൊക്കെ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പോളിറ്റി നമ്മളോട് പറയുന്നത്. നമ്മളിപ്പോൾ ഏത് ബുക്ക് എടുത്ത് വായിച്ചാലും മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. അത് അത്രയും ഡെമോക്രാറ്റിക് വാല്യൂസിനെ അൺഡു ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു അമെൻമെൻറ്റ് ലോക ചരിത്രത്തിൽ കാണില്ല. ഇപ്പം ഈ പറയുന്ന റോഡിലിറങ്ങി നടത്തിയ സമരങ്ങളെക്കുറിച്ചും സമരത്തിനെ അടിച്ചമർത്തിയതിനെക്കുറിച്ചും അതിനൊക്കെ കാരണമുണ്ടെന്നല്ലേ പറയുന്നത്. ഇപ്പം ജയപ്രകാശ് നാരായണൻ്റെ സമരത്തിന് അജണ്ട ഉണ്ടായിരുന്നു. എന്ത് അജണ്ടയുടെ പേരിലാണ് 42nd അമെൻമെൻറ്റ് നടക്കുന്നതെന്ന് നിങ്ങൾ പറയണ്ടേ? 42nd അമെൻമെൻറ്റ് വരുന്നത് 1976 എൻ്റെ ഓർമ്മ. അത് 76 അത് എമർജൻസിയുടെ പീരീഡിലല്ലേ വരുന്നത്. അപ്പോൾ ആ പീരീഡിൽ ഇങ്ങനെ നിങ്ങളൊരു 42nd അമെൻമെൻറ്റ് കൊണ്ടിരുന്നത് അത് നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്ത് നിങ്ങൾ കൊണ്ടുവന്ന സാധനമല്ലേ. അതിനെ അൺഡു ചെയ്യാനായിട്ട് മൊറാജിയുടെ മന്ത്രിസഭ വരേണ്ട വന്നില്ലേ. അപ്പം നിങ്ങൾ കൊണ്ടുവന്ന ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, അൺഡെമോക്രാറ്റിക് അമെൻമെൻറ്റ്, ജുഡീഷ്യൽ റിവ്യൂ ഒരു ആലോചിച്ച് നോക്കണം. ജുഡീഷ്യൽ റിവ്യൂ പാടില്ല എന്ന ലെവലിലേക്ക് പല കാര്യങ്ങളും ഇവർ അമെൻഡ് ചെയ്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്നുവെച്ചാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന ജുഡീഷ്യറിയുടെ റോൾ ഇല്ലാതാക്കുന്ന, നെഗേറ്റ് ചെയ്യപ്പെടുന്ന പൊസിഷൻ ഇന്ദിരാഗാന്ധി എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ജയപ്രകാശ് നാരായണൻ സമരം ചെയ്തുകൊണ്ട് എടുത്തതല്ലോ ആണോ? അല്ല. സോ ഡെമോക്രാറ്റിക് വാല്യൂസിനെ കേർട്ടെയിൽ ചെയ്യുന്നതിൽ നിങ്ങൾ അതിനകത്ത് ഒട്ടും മോശമായിരുന്നില്ല. യു ആർ സ്റ്റൈഫ്ലിംഗ് ദ വോയിസ് ഓഫ് ദ പീപ്പിൾ. അത് നിങ്ങൾ ജനാധിപത്യത്തിനെ കുറിച്ച് സംസാരിച്ച് ഇന്ദിരാഗാന്ധി അടിപൊളിയായിരുന്നു, ഇന്ദിരാഗാന്ധിക്ക് കാരണം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിക്ക് കാരണം ഉണ്ടായിരുന്നു. വളരെ സിമ്പിളാണ്. ഇന്ദിരാഗാന്ധി തോറ്റുപോയി. ഈ ഒരു കാര്യം ആദ്യം ഡോക്ടർ സമ്പത്ത് ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ്. ആ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന വാക്കിനെ ഏത് രീതിയിൽ വേണമെങ്കിൽ എടുക്കാം എന്നുള്ളത് കൊണ്ട് ആ ഇൻറ്റേർണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്നായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊവിഷൻ. അത് മാറ്റി നമ്മുടെ ആംഡ് റെബല്യൻ എന്നാക്കി അമെൻഡ് ചെയ്യേണ്ട വന്നു എന്നുള്ളതാണ്. ആംഡ് റെബല്യൻ എന്നാക്കി പിന്നീട് ഈ രാജ്യത്തെ സർക്കാരുകൾക്ക് അല്ലെങ്കിൽ പാർലമെൻറ്റിന് അമെൻഡ് ചെയ്യേണ്ട വന്നു. കാര്യം എന്താ? ഇതിൻ്റെ മിസ്യൂസ് കാരണം. അത് മിസ്യൂസ് കാരണമാണ്. അതിനകത്ത് ഇവിടെ ഒരു സംശയം വേണ്ട കാര്യത്തിൽ അത് മിസ്യൂസ് ആയിരുന്നു. അതിപ്പം ഇപ്പം നരേന്ദ്രമോദി എന്ത് ചെയ്തോ അതിൽ കൂടുതൽ, ഇത്ര 10 വർഷം ചെയ്തതിൽ കൂടുതൽ ഇന്ദിരാഗാന്ധി ഒരു 3 വർഷം കൊണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. നിങ്ങൾ പറയുന്നത് ബിജെപിയുടെ വാദമായി പോകുന്നു ചോദിച്ചാൽ എനിക്കറിയില്ല. അൺഡെമോക്രാറ്റിക് ബിഹേവിയർ ഈസ് അൺഡെമോക്രാറ്റിക് ബിഹേവിയർ. ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ഈ 18ാം ലോക്സഭയിൽ കേന്ദ്ര സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ന്യൂസ് ആൻഡ് വ്യൂസ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ 18ാം ലോക്സഭ കാണാനിരിക്കുന്നത് എന്തെല്ലാം ആണ് എന്നുള്ളതിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ കൃഷ്ണദാസ്, ഈ കഴിഞ്ഞ രണ്ട് കാലയളവിലും പ്രതിപക്ഷത്തിന് ഒരു തരത്തിലുള്ള പ്രാധാന്യവും നൽകാതെ, പ്രതിപക്ഷത്തിൻ്റെ ഒരു ശബ്ദം പോലും പുറത്തു വരാൻ അനുവദിക്കാതെയുള്ള ജനാധിപത്യ ധ്വംസനമാണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും കണ്ടത്. ഇത്തവണ അങ്ങനെ സാധിക്കുമോ? നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പ്രതിപക്ഷം അനുവദിക്കുമോ? യഥാർത്ഥത്തിൽ ഈ ഘടകകക്ഷികൾക്കെങ്കിലും ഇതിൽ നിന്നൊക്കെ മറിച്ച് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വരില്ലേ? യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോൾ വിറളി പൂണ്ടല്ലേ ഈ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ഇപ്പോൾ പാർലമെന്റിനെ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്? നീലിമ, കഴിഞ്ഞ 10 വർഷക്കാലവും പ്രതിപക്ഷത്തിന് പാർലമെന്റിൽ സ്വതന്ത്രമായി അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷം കൊണ്ടുവന്ന ഒരു അടിയന്തര പ്രമേയമെങ്കിലും അവിടെ ചർച്ചയ്ക്ക് വന്നോ? പാർലമെന്റിന്റെ ഏതെങ്കിലും സഭകളിൽ ചർച്ചയ്ക്ക് വന്നോ? അതിന് ഈ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ മറുപടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായോ? ഒരു അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഗൗരവമുള്ള അടിയന്തര പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്തിട്ടുണ്ട്, മന്ത്രിമാർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്.
അതെല്ലാം ചർച്ചയുടെ ഭാഗവുമായിട്ടുണ്ട്. അതെല്ലാം പാർലമെന്റ് രേഖകളല്ലേ. ഞാൻ അതിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് കിട്ടുന്ന 1-2 മിനിറ്റ് കൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ നീലിമ. ബഹുമാനപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷിനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന, രാജ്യത്തെ തന്നെ ഏറ്റവും മുതിർന്ന പാർലമെന്റ് അംഗങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് സ്പീക്കർ സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞ് കോൺഗ്രസ് വല്ലാതെ ചർച്ച ഉണ്ടാക്കുകയാണ്. വലിയ ഒരു ഓളം സൃഷ്ടിക്കുകയാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഓളം അല്ല, സൃഷ്ടിക്കുന്നത്? പ്രോട്ടം എനിക്ക് സ്പീക്കർ കോൺഗ്രസുകാരോട് ശ്രീ പ്രോട്ടം റോണി കെ സ്പീക്കർ ബേബി ആക്കാതിരിക്കാൻ എന്താണ് കൊടിക്കുന്നിലിന്റെ അയോഗ്യത? അത് താങ്കൾ ഒന്ന് വ്യക്തമാക്കൂ. ഞാനതാ പറഞ്ഞു വരുന്നത്. എന്നെ ഒന്ന് പറയാൻ അനുവദിച്ചാൽ ഞാനത് പൂർത്തിയാക്കാം. കൊടിക്കുന്നിൽ സുരേഷിന് എല്ലാ പോസ്റ്റിലേക്കും അർഹതയുണ്ട്. അദ്ദേഹം ഏറ്റവും യോഗ്യനായിട്ടുള്ളത് പാർലമെന്റിൽ ഏറ്റവും മുതിർന്ന, കോൺഗ്രസിന്റെ ഏറ്റവും കൂടുതൽ കാലം എം പി ആയിരുന്ന, നിലവിലെ പാർലമെന്റിലെ എം പി ആയിരുന്ന അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവായിരിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളയാൾ. അദ്ദേഹം സ്പീക്കർ ആയിരിക്കേണ്ട ആളാണോ? കോൺഗ്രസുകാർ ആലോചിക്കണ്ടേ? അത് പ്രതിപക്ഷം തീരുമാനിക്കട്ടെ. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൊടിക്കുന്നിലിനോട് അത്രയേറെ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഈ പ്രോട്ടം സ്പീക്കർ പദവി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് നൽകാതിരുന്നത്? പകരം ഭർത്തൃഹരി എന്ന് പറയുന്ന ആളിനെ കൊണ്ടുവന്നത്. അദ്ദേഹം 6 തവണ അദ്ദേഹം ലോക്സഭയിൽ എത്തിയിട്ടുണ്ടെങ്കിലും, പക്ഷേ ബിജു ജനതാദളിന്റെ പാർട്ടിയിൽ നിന്നാണ് അദ്ദേഹം വന്നത്. പിന്നീട് ഒരു കാലുമാറ്റം നടത്തിയാണ് BJP-യിലേക്ക് എത്തിയത്. അപ്പോൾ ഒരു കാലുമാറ്റക്കാരനാണോ ഈ വളരെ കൃത്യമായി 40 വർഷമായി സഭയിലിരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷാണോ നിങ്ങൾക്ക് യോഗ്യൻ എന്നുള്ള ഒരു ചോദ്യമാണ് പ്രതിപക്ഷം ചോദിച്ചത്. ഞാനതാ പറഞ്ഞത്. 2 ദിവസക്കാലത്തേക്കുള്ള ഒരു പ്രോട്ടൈം സ്പീക്കറിൽ ഒതുക്കേണ്ട ആളാണോ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്? കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ ബഹുമാനനായിട്ടുള്ള, വളരെ കാലം പാർലമെന്റിൽ ഇരുന്നിട്ടുള്ള ഒരു നേതാവ് സുരേഷിനെ തെരഞ്ഞെടുത്തുകൂടെ? അത്തരത്തിലൊരു സജഷൻ BJP വക്താവ് പറയുമോ കൊടിക്കുന്നിലിനെ? അങ്ങനെയല്ലല്ലോ നീലിമ. സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ, വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലല്ലേ? പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ വോട്ടിംഗ് വേണ്ടല്ലോ. കോൺഗ്രസിന് ഒറ്റയ്ക്ക് തീരുമാനിക്കാവുന്ന കാര്യമല്ലേ? കോൺഗ്രസ് തീരുമാനിക്കുകയാണ് കൊടിക്കുന്നിൽ സുരേഷാണ് പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ്, ഏറ്റവും മുതിർന്ന അംഗം എന്ന് പറഞ്ഞാൽ അതിന് എന്റെയോ നിങ്ങളുടെയോ ഈ രാജ്യത്തെ വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയോ അംഗീകാരത്തിന് ആവശ്യമില്ലെന്നേ. അവർക്ക് സ്വയം തീരുമാനിക്കാവുന്ന കാര്യമല്ലേ? അവർ തീരുമാനിക്കേണ്ട കാര്യത്തിന് മറ്റുള്ളവരെ കുറ്റം പറയേണ്ട കാര്യം എന്താണ്? കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള ഉദ്ദേശമോ ആഗ്രഹമോ കോൺഗ്രസിനില്ല. അപ്പൊ 2 ദിവസത്തേക്ക് അദ്ദേഹത്തെ പ്രോട്ടേം സ്പീക്കർ ആക്കണം. അങ്ങയോടാണ് വെല്ലുവിളി. ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവാക്കാനുള്ള ധൈര്യമൊന്നും കോൺഗ്രസിന് ഇല്ല എന്ന് പറയുന്നു. വളരെ ചുരുക്കി മറുപടി. സീനിയർ മോസ്റ്റ് മെമ്പർ, നിങ്ങൾ എന്താ ആക്കാതിരുന്നത്? അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കണോ വേണ്ടത് ഞങ്ങൾ തീരുമാനിച്ചോളാം. അത് കോൺഗ്രസിന്റെ ഇന്റേണൽ കാര്യം. പക്ഷേ പാർലമെന്റിന് ഒരു കീഴ്വഴക്കമുണ്ട്, ലോക്സഭയ്ക്ക് ഒരു കീഴ്വഴക്കമുണ്ട്. ദ സീനിയർ മോസ്റ്റ് മെമ്പർ ഓഫ് ദ ലോക്സഭ അദ്ദേഹമാണ് പ്രോട്ടേം സ്പീക്കർ. അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. കോൺഗ്രസിന്റെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനം എടുത്തോളാം. അങ്ങനെ വലിയ വല്ലാണ്ട് നിങ്ങൾ കൊടിക്കുന്നിൽ സുരേഷിന് സ്നേഹമൊന്നും നിങ്ങൾ കാണിക്കണ്ട. അത് തന്നെയാണ് ഉയർന്നു വരുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത്. പാർലമെന്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടന സമയത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ അവിടെ നമ്മൾ കാണുന്നില്ല. കൊടിക്കുന്നിൽ സുരേഷ് എന്താണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ പ്രോട്ടൈം സ്പീക്കർ ആക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. ആ ബ്രാഹ്മണ ആധിപത്യത്തിന്റെ വളരെ കൃത്യമായ ഒരു ട്രേസ് ഇപ്പോഴും BJP-ക്കുണ്ട്. അങ്ങനെ ദളിതരായ ഒരാളോട് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കില്ലേ പ്രോട്ടൈം സ്പീക്കർ ആക്കാതിരിക്കാനുള്ള ആ ഒരു വിമുഖതയ്ക്ക് പിന്നിൽ? ഒരു ദളിതനെ അംഗീകരിക്കാൻ ശ്രീ കൃഷ്ണദാസ് പ്ലീസ്. സംസാരിച്ചില്ല. എങ്ങനെയാണ് അവസാന സമയമാണ്, അവസാന മിനിറ്റാണ്. അതുകൊണ്ടാണ് പാർലമെന്റ്, ഇന്ത്യയുടെ പാർലമെന്റ് എന്താണ് എന്ന് ഇന്ത്യയുടെ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത് രാഷ്ട്രപതിയും 2 സഭകളും ചേർന്നതാണ് ഇന്ത്യയുടെ പാർലമെന്റ് എന്നാണ്. ഹൗസ് ഓഫ് ദ പീപ്പിളും കൗൺസിൽ ഓഫ് ദ സ്റ്റേറ്റ്സും അതാണല്ലോ നമ്മുടെ ലോക്സഭയും രാജ്യസഭയും യഥാക്രമം. രാഷ്ട്രപതിയും ഈ 2 സഭകളും ചേർന്നതാണ് പാർലമെന്റ്. രാഷ്ട്രപതി ഇല്ല എങ്കിൽ പാർലമെന്റ് ഇല്ല. പാർലമെന്റ് സമ്മേളനം വിളിച്ചുകൂട്ടുന്നത്, ആ പാർലമെന്റ് സമ്മേളനത്തിൻ്റെ സമൻസ് അതിനെ തുടർന്ന് അയക്കുന്നത്, പാർലമെന്റ് സമ്മേളനം പ്രൊറോഗ് ചെയ്യുന്നത്, ലോക്സഭ പിരിച്ചുവിടുന്നത്, രാജ്യസഭ പിരിച്ചുവിടാനായി കഴിയില്ല. ഇതെല്ലാം രാഷ്ട്രപതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഗൃഹനാഥ ഇല്ലാതെയുള്ള ഒരു റേഷൻ കാർഡ് വീട്ടിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നതിനേക്കാൾ ഏറ്റവും വല്ലാത്ത ക്രൂരമായ തമാശ, ഇൻവെർട്ടഡ് കോമയിൽ ഞാൻ പറയട്ടെ,
അതാണല്ലോ വാസ്തവത്തിൽ നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അത്തരത്തിൽ ആദരണീയായ രാഷ്ട്രപതിയെ, ഈ രാഷ്ട്രത്തിൻ്റെ ഒന്നാമത്തെ പൗരനെ, ആണാകട്ടെ പെണ്ണാകട്ടെ അതല്ല ഏത് ജാതി മതങ്ങളിലുള്ളവരാകട്ടെ, അങ്ങനെ രാഷ്ട്രപതിയെ മാറ്റി നിർത്തുക എന്നുള്ളത് അത് തെറ്റായിരുന്നു, അനുചിതമെന്ന് മാത്രമല്ല അത് തെറ്റായിരുന്നു. അത് തെറ്റായ സന്ദേശമാണ് വരും കാലത്തിനും സമ്മാനിക്കുക. ഒന്ന്, ഇതുകൊണ്ട് തീരുന്നില്ല. ഇവിടെ ഞാൻ വേറൊരു കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ പ്രൊഫസർ റോണി പറഞ്ഞതിലൊരു തിരുത്തിൻ്റെ ആവശ്യമുണ്ട്. അടിയന്തരാവസ്ഥ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പിൻവലിച്ചിരുന്നില്ല. ജനുവരി മാസം 8-ാം തീയതി 1977 അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു എന്നുള്ളത് ശരിയാണ്. അതിനെ തുടർന്ന് അടിയന്തരാവസ്ഥയിൽ അയവ് വരുത്തി. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ കാലാവധി 1977 മാർച്ച് 21 തീരുന്നത് കൊണ്ട് അത് സ്വാഭാവികമായും ആ അടിയന്തരാവസ്ഥയുടെ അന്ത്യം അങ്ങനെയാണ് ഉണ്ടായത് പൂർണ്ണമായും. ഇത് ഞാനിപ്പോൾ പറഞ്ഞതിൽ വേറൊരു കാര്യം കൂടി ഞാനിത് അവസാനിപ്പിക്കുമാറിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതെ, ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട് മറ്റു പല കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞെങ്കിൽ വന്നല്ലോ. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിദേശത്ത് യാത്രകൾ പോവുകയും അത്തരം കാര്യങ്ങൾ ഏത് അക്രഡിറ്റഡ് ജേർണലിസ്റ്റുകളെയാണ് കൂടെ കൊണ്ടുപോവുക? ഏത് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളാണ് ഉണ്ടാവുക? സ്വാഭാവികമായും മുമ്പെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിനു മുമ്പ് വരെ, ഈ കഴിഞ്ഞ 10 കൊല്ലത്തിന് മുമ്പ് വരെ എങ്ങനെയെന്ന് വെച്ചാൽ ചെറുതും വലുതുമായ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ കൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത്തരത്തിൽ പുറത്തു പോകുമ്പോൾ ഡെലിഗേഷൻ്റെ ഭാഗമായി ഉണ്ടാവും. പല രാഷ്ട്രങ്ങളിലും ചെല്ലുമ്പോൾ അവിടെയുള്ള പല രാഷ്ട്രീയ നേതാക്കളും അവരുടെ സ്പീക്കർ പ്രധാനമന്ത്രിയൊക്കെ ചോദിക്കും, ഇദ്ദേഹം ഏത് പാർട്ടി? ഞങ്ങളുടെ രാജ്യത്ത് പാർലമെൻറ്റിലെ അംഗസംഖ്യയിൽ 6ാമത് നിൽക്കുന്ന പാർട്ടി, ഇത് അംഗസംഖ്യയിൽ 4ാമത് നിൽക്കുന്ന പാർട്ടി, ഇത് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി. അത് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള, ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഞാൻ ഉദ്ധരിച്ചുകൊണ്ട് ചുരുക്കാം. ദിസ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ഇന്ത്യൻ പാർലമെന്ററി ഡെമോക്രസി. യു സീ, ദിസ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ഇന്ത്യൻ പാർലമെന്ററി ഡെമോക്രസി. അവിടെ നിന്ന് എത്തപ്പെട്ടിട്ടുള്ളത് ഞാൻ മാത്രം എന്നുള്ള നിലയിലേക്ക്, ഒരേ ഒരു രാജാവ് എന്നുള്ള നിലയിലേക്കാണോ? അങ്ങനെ ഒരേ ഒരു രാജാവ് ഇവിടെ വാഴേണ്ട എന്നുള്ള ഒരു ജനങ്ങളുടെ അഭിപ്രായമാണ് നമ്മൾ കണ്ടത്. ഒരു ഏകാധിപതിയെയും വെച്ചു പൊറിപ്പിക്കില്ല എന്നാണ് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാണിച്ചത്. ശ്രീ ലാൽകുമാർ, ഈ 18ാം ലോക്സഭയിൽ അങ്ങനെ ഈ പ്രതിപക്ഷത്തെ മുഴുവൻ പുറത്താക്കിക്കൊണ്ട് സ്പീക്കർ ഓം ബിർളയ്ക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമോ? ജയിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ നോമിനേഷൻ എന്ന് നമുക്കറിയാം. നിലവിലെ കക്ഷി നിലയനുസരിച്ച് അത് അപ്രായോഗികവുമാണ്. പക്ഷേ ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ കരുത്താണ് ഇവിടെ കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രകടമാകുന്നത്. അതിനിയും തുടരുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? നിശ്ചയമായും. കാര്യം ഓം ബിർളയ്ക്ക് ഈ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചുകൊണ്ടിരുന്ന പിപ്പിടിയൊന്നും ഇനി വരുന്ന സമയങ്ങളിൽ കാണിക്കാൻ പറ്റില്ല. കാണിക്കാൻ ശ്രമിക്കും, അതിനൊരു സംശയവും വേണ്ട. കാര്യം അതുകൊണ്ടാണല്ലോ ഓം ബിർളയെ തന്നെ വീണ്ടും ആക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം കാണിച്ചിട്ടുള്ളതിൻ്റെ അത്രയും അതിന് വൃത്തികേട് തന്നെയാണ്. അതിന് വേറെ വാക്കുകളൊന്നുമില്ല. വേറെ ലോക മഹാരാജ്യത്ത് ഒരു സ്പീക്കറും കാണിക്കില്ല. അത്രത്തോളം വൃത്തികേട് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അതിനകത്തുള്ളൊരു മെറിറ്റ് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ആകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ദ ഓപ്പോസിഷൻ ഈസ് സ്ട്രോങ് ഇനഫ് ടു കൗണ്ടർ ഓൾ ദോസ് തിങ്സ്. അവർ ടേക്കപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത് എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, വളരെ സിമ്പിളായിട്ട് 2 കാര്യങ്ങളിൽ നിന്ന് ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. നരേന്ദ്രമോദിയുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ മതി. അദ്ദേഹം ഈ കാറ്റ് പോയ ഒരു ബലൂണിൻ്റെ അവസ്ഥയാണ് പലപ്പോഴും. കൈയൊക്കെ എടുത്ത് തൊഴുന്നുണ്ടെങ്കിലും പഴയ ശക്തിയില്ല, നടപ്പിനും ആ നോട്ടത്തിലും ഒന്നും ഒരു ശക്തിയില്ല. ചിരിക്കുന്നു, അടുത്തിരിക്കുന്ന ആളെ ചിരിക്കുന്നു. നമ്മുടെ ആന്ധ്രാപ്രദേശിൽ അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് വന്നപ്പോൾ, ഈ ആന്ധ്രാപ്രദേശിലെ സത്യപ്രതിജ്ഞ നടന്നല്ലോ, അദ്ദേഹം 2 പേരെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടു. അദ്ദേഹം കഴിഞ്ഞ 10 വർഷം വേറെ ആരെയും കെട്ടിപ്പിടിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. നിങ്ങൾ പല രാജ്യത്തിൻ്റെയും പ്രധാനമന്ത്രിയോ പ്രസിഡന്റിനെയോ ഒക്കെ കെട്ടിപ്പിടിക്കുന്നല്ലാതെ ഇന്ത്യ മഹാരാജ്യത്ത് ആരെയും കെട്ടിപ്പിടിച്ചതായിട്ട് എൻ്റെ ഓർമ്മയില്ല. അപ്പം കെട്ടിപ്പിടിക്കേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടിയിട്ട് തന്നെ RSS സർസംഘചാലകവും RSSൻ്റെ വേറൊരാളും പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് വി വർ ടെല്ലിങ് ദാറ്റ് വി വർ സ്പീക്കിംഗ് സിൻസ് ലോങ്. നമ്മളിത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതിപ്പം RSSൻ്റെ ആൾക്കാർ കൂടെ മനസ്സിലായി. RSSൻ്റെ ഉദ്ദേശമൊക്കെ നമുക്കറിയാം, അത് വേറെ വിഷയം. പക്ഷേ RSS കൂടെ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, കരുത്ത് കാട്ടുകയാണ് പ്രതിപക്ഷം. നമുക്ക് കാണാം 18ാം ലോക്സഭ എന്തെല്ലാം പ്രതിപക്ഷത്തിൻ്റെ കരുത്ത് ഏതെല്ലാം രീതിയിൽ കാണുമെന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ സ്നേഹിക്കുന്നവർ. ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച പൂർണ്ണമാക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ എ സമ്പത്ത്, പ്രൊഫസർ റോണി കെ ബേബി, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, എല്ലാവർക്കും വളരെയധികം നന്ദി.